അതിനുശേഷം ഞങ്ങൾ സഭയിൽ പോകും. സ്തോത്രം. സഭയിൽ ഞങ്ങൾ കടന്നു പോകാറുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ, അതായത് ഷാർജ ഏരിയയിൽ നമുക്ക് ഉള്ളതാണ് ഒരു ചർച്ചിന് വേണ്ടി മാത്രമായിട്ട് ഒരു ലൊക്കേഷൻ ഉണ്ട്. അവിടെ ഒത്തിരി ചർച്ചുകൾ ഉള്ളതാണ്. അപ്പോൾ ആ സ്ഥലത്ത് മാത്രമേ നമുക്ക് ആ ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യമുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മോളും ഇളയ മോളല്ല ഞങ്ങള് നടന്നാ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഒത്തിരി ചർച്ച് ഏരിയയാണ്. ചർച്ച് ഏരിയക്കകത്ത് ഏത് ചർച്ച് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നോക്കാറില്ല. ഹോൾ ഓപ്പൺ ആയിരിക്കുന്ന ഒരു ചർച്ചിനകത്ത് ഞാനും എൻ്റെ ഭാര്യയും മക്കളും കയറിയിരുന്ന് ഒരു പാട്ട് പാടി ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു സ്പിരിച്വൽ ലൈഫ് ഗൾഫ് ജീവിതത്തിൽ കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അത് എല്ലാ ആഴ്ചയല്ല, എനിക്ക് ഓഫ് കിട്ടുന്ന ചില ആഴ്ചകൾ ഞങ്ങൾ പോകാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ പോകുമ്പോഴേക്കും തൊട്ടടുത്ത് വലിയൊരു ഹാളുണ്ട്. അതായത് ഷാർജ ഏരിയയിലെ ഏതെങ്കിലും കൺവെൻഷൻ അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടക്കുന്ന സന്ദർഭത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഹാള് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇതേപോലെ ഒരു ദിവസം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. മീറ്റിങ്ങുകൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ ഇരുന്ന് ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു കൺവെൻഷൻ നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്കൊന്ന് കയറാം, വെറുതെ ഒന്ന് കയറിയിട്ട് നമുക്കൊന്ന് പങ്കെടുത്തിട്ട് പോവാം. എന്തായിരുന്നു വെറുതെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മള് അന്ന് ഭയങ്കര സിനിമ ക്രൈസാ. സിനിമയുടെ പുറകെ നമ്മളവിടെ ഇരിക്കും. 2-3 സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് രാത്രി മുഴുവൻ ഒരു സിനിമ കാണുന്ന ഒരു ശീലമായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ ഒട്ടും മോശമല്ലായിരുന്നു. 6-ാം തമ്പുരാൻ തിയേറ്ററിൽ പോയി 12 പ്രാവശ്യം പണ്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു മീറ്റിങ്ങിന് പോകുന്നു. അപ്പോൾ മീറ്റിങ്ങിന് പോയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ല ഒരു ദൈവദാസൻ ആരാണെന്നൊന്നും അറിയത്തില്ല. നോക്കിയപ്പോഴേക്കും പാസ്റ്റർ ടിനു ജോർജ്, എനിക്ക് അറിയത്തില്ല ആരാണ്. നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ ഒരു ജുബയൊക്കെ ഇട്ട് വരുന്നു. 2011 അനുഭവം ഞാൻ പറഞ്ഞു. 2011 വരുന്നു. ഞങ്ങള് പോയി മീറ്റിംഗ് കഴിഞ്ഞു. ഫാസ്റ്റ് മീറ്റിംഗ് മെസ്സേജ് തീർക്കാൻ അവസാനം അന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഓർക്കാൻ കാരണം ആ ഹാളിന്റെ ലൈറ്റ് ഓഫ് ചെയ്തു. ഫാസ്റ്റ് പലപ്പോഴും പലയിടത്തും മീറ്റിങ്ങിന് പറയാറുണ്ട്, ഞാൻ ഷാർജയിൽ വന്ന് മീറ്റിങ്ങിന് എടുക്കുന്ന സമയത്ത് എനിക്ക് മീറ്റിങ്ങിന് നിർത്താൻ പറ്റാതെ എന്റെ ലൈറ്റ്, ആ ഹാളിന്റെ ലൈറ്റ് ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യം. കാര്യം 10 മണി വരെ നമുക്ക് അവിടെ സമയം അനുവദിച്ചിട്ടുള്ളൂ ഷാർജയിൽ. പക്ഷെ അത്രത്തോളം നല്ലൊരു ദൈവ സാന്നിധ്യം ആയിരുന്നപ്പോഴേക്കും അത്രയും നല്ല നീണ്ടുപോയി. അപ്പൊ ഞാനും എന്റെ ഭാര്യയൊക്കെ ചിന്തിക്കുക, നമുക്ക് ഫാസ്റ്റ് ടിനു ആരാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല, പക്ഷെ നല്ലൊരു ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ഞങ്ങൾ വളരെ ഹാപ്പിയോടെ മടങ്ങി വന്നു. ഞങ്ങൾക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു ചർച്ച ഉള്ളത്, കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. കാര്യം ഒരു CSA ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഏതാണ്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് എന്നോട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചർച്ചുണ്ട്, ഒരു പ്രെയർ ഉണ്ട്, ഒരു പ്രെയർ കൂട്ടായ്മയുണ്ട്, നിങ്ങൾ അതിനകത്തോട്ട് കടന്നു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ, വെറുതെ ഇരിക്കാല്ലേ, ഞങ്ങൾ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയാ. ആ സമയത്ത് ഞങ്ങൾ അവിടെ പോകുമ്പോഴേക്കും ആ ചർച്ചിന്റെ പാസ്റ്റർ ആയിരിക്കുന്നത് പാസ്റ്റർ ടിജി ജോർജ് ആയിരുന്നു. കാരണം എനിക്ക് ആ ദൈവ മനുഷ്യനെ പരിചയം എന്ന് പറഞ്ഞാൽ പുള്ളിയായിരുന്നു അന്ന് ആ മീറ്റിന്. കാര്യം അന്ന് നമ്മുടെ ചർച്ച് സ്റ്റാർട്ടായി വരുന്ന സാഹചര്യമായിരുന്നു. അന്ന് വർഷിപ്പ് ചെയ്യുന്ന പാസ്റ്റർ ടിജി പാസ്റ്റർ ആയിരുന്നു അന്ന് വർഷിപ്പ് ചെയ്തോണ്ട്. ടിജി പാസ്റ്ററും അനിൽ അടൂരും ആയിരുന്നു അന്നത്തെ ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വർഷിപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ടിജി പാസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ മനുഷ്യനായിരുന്നല്ലോ അന്ന് ആ സഭയിൽ നമ്മൾ പോയെടുത്ത് വർഷിപ്പ് ചെയ്തത്. അങ്ങനെ ആ ഒരു ശുശ്രൂഷ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം ആ സഭയോടൊപ്പം നമ്മൾ അങ്ങനെ ചേർന്ന് അങ്ങനെ ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് അവിടെ തുടങ്ങുകയാണ്. 2011 മുതൽ 2012 മുതൽ സഭയിൽ പോകാൻ തുടങ്ങി. ഞങ്ങളൊരു സ്ഥിരം മെമ്പേഴ്സ് അല്ല, വല്ലപ്പോഴൊക്കെ പോയി വരാറുള്ളൂ. പിന്നെ അതിനകത്ത് വെച്ച് ദൈവം ഞങ്ങളെ തൊടുന്നു. അങ്ങനെ ഞങ്ങള് കൂടുതൽ ദൈവസഭയോടൊപ്പം ചേരുവാൻ ഇടയായി. കാരണം ഞങ്ങള് പോയി തുടങ്ങിയപ്പോ റെഗുലർ മെമ്പേഴ്സ് ഒന്നും അല്ല. ഞാൻ ഇളയ മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത്, 2 months പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ചർച്ചിൽ പോകാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ട് കാരണം ഇച്ചേന് ഓഫുള്ള ദിവസം മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെ പോയിരുന്നു. അങ്ങനെ ഒരു 2014 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ മോള് ഡെലിവറി ഒക്കെ കഴിഞ്ഞു. മോൾക്ക് ഒരു 2 വയസ്സായപ്പോഴത്തേക്കും കഠിനമായ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളെ അലട്ടിയായിരുന്നു. അവിടെ ഒത്തിരി ക്രെഡിറ്റ് കാർഡും അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് എല്ലാം കൊണ്ട് വിൽക്കേണ്ട അവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ വന്നു. അപ്പോ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇച്ചാൻ അവിടെ നിന്നിട്ട് ഞാനും മക്കളും നാട്ടിലോട്ട് വന്ന് നാട്ടിൽ സെറ്റിൽ ആവാം. അപ്പോ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറി കിട്ടുമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ടിജിപ്പാസിനോടൊന്നും പറയുന്നില്ല. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയ ആ ഫാമിലിയോട് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾക്ക് നിൽക്കാൻ ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ്, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോ ആ ലാസ്റ്റ് മീറ്റിങ്ങിന് പോയതിന്റെ അന്ന് ആ ഫാമിലി പോയിട്ട് ടിജിപ്പാസിനോട് പറഞ്ഞു, ഷിജി ബ്രദറും ഫാമിലിയെ നാട്ടിലോട്ട് വിടുവാണ് പാസ്റ്ററെ, അവരോട് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല, ദൈവം നടത്തും, എല്ലാം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല,
അങ്ങനെ ഒത്തിരി വിഷമത്തിൽ അവരായിരിക്കണം. അപ്പൊ ടിജി പാസ്റ്റർ ആണെങ്കിൽ ടിജി പാസ്റ്ററിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പാസ്റ്ററിനെ കണ്ടു കഴിഞ്ഞാൽ പാസ്റ്ററിന്റെ ആ ഒരു ചിരിയിൽ തന്നെ നമ്മുടെ വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ മാറിപ്പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ പാസ്റ്റർ ഓടി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിച്ചു, പറഞ്ഞു, മോനെ നീ നാട്ടിൽ വിടുന്നുണ്ടെങ്കിലും അവരവിടെ നിൽക്കത്തില്ല, അവർ തിരിച്ചു വരും. അപ്പൊ ഞങ്ങൾ ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല ഞങ്ങൾ ആ സമയത്ത് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. ഞങ്ങൾ അതുകൊണ്ട് ഒട്ടും അത് വിശ്വസിച്ചില്ല. ഞങ്ങള് എല്ലാം നാട്ടിലെ കാര്യങ്ങൾ, കാരണം മോൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങള് തിരിച്ച് നാട്ടിൽ വന്നു. പക്ഷെ ഒരു 2 മാസം മാത്രമേ ഞങ്ങളെ കർത്താവ് നാട്ടിൽ നിർത്തിയുള്ളൂ. 2 മാസം കഴിഞ്ഞപ്പോ അതുപോലെ ഞങ്ങളെ തിരിച്ച് യുഎയിലേക്ക് കർത്താവ് വീണ്ടും തിരിച്ചു കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ, ഞങ്ങള് ശരിക്കും റെഗുലർ മെമ്പേഴ്സ് ആയിരുന്നില്ല. വല്ലപ്പോഴും കടന്നുപോയി പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റിനെ കണ്ടിട്ട് വരുന്ന ഒരു മെമ്പേഴ്സ് ആയിരുന്നു. ഈ 2014 ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് അത് കഴിഞ്ഞതിന് ശേഷമാണ്, പിന്നെയാണ് ഈ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്നാനപ്പെടുന്നതും പിന്നെ സ്ഥിരമായിട്ട് ഞങ്ങൾ ചർച്ചിൽ പോകാനായിട്ട് തുടങ്ങുന്നതും. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് 2 കാര്യങ്ങൾ ഓർപ്പിക്കുക. ഒന്ന്, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസൻ. നമ്മളോട് കർത്താവിന്റെ അഭിഷിക്തന്മാർ ചിലപ്പോ ഒരു പ്രവചനത്തിലൂടെ ആയിരിക്കും, ചില സമയത്ത് പ്രവചനമൊന്നും കാണത്തില്ല, ചിലപ്പോൾ തോളത്ത് തട്ടി ഒരു വാക്കായിരിക്കും പറയുന്നത്. പക്ഷെ അതിലൂടെ ഒക്കെ ദൈവശക്തി അതിശക്തമായി ചലിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫൈനാൻഷ്യലി ഒരു പ്രോബ്ലം ഉണ്ടായി, ക്രെഡിറ്റ് കാർഡ് എന്നുള്ളൊരു വാക്ക് ഇങ്ങനെ ഉണ്ടായി. സത്യം പറഞ്ഞാല് ഞാനും ഷാർജയിൽ 8.5 വർഷത്തോളം ഞാൻ ഷാർജയിൽ ഉണ്ടായിരുന്നു. ഞാനിത് എല്ലാവർക്കുമായിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം. ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ബൈബിളിൽ പറയുന്നതിനോട് ഇരുവായി തലയുള്ള വാളിനോട് സദൃശ്യം എന്ന് പറയുന്നതിൻ്റെ കൊണ്ട് അങ്ങനെ ഒരു സംഭവമായി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയും നമ്മളൊരു മാളിൽ പോയാൽ, എവിടെയെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ പോയാൽ എങ്ങനെയെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി, പണ്ടൊക്കെ എന്ന് ഞാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ പ്രയാസമായി. പക്ഷെ ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് എവിടെ ചെന്നാലും വഴിയിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന നിലയിലുണ്ട്. പക്ഷെ നമ്മളത് വളരെ ശ്രദ്ധിക്കണം, അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ലൈഫിലും ക്രെഡിറ്റ് കാർഡ് അതൊരു എന്താ പറയണ്ടേ, ഒരു ലിമിറ്റ് ഇല്ലാതെ ഉപയോഗിച്ചത് കാരണം വളരെ പ്രതിസന്ധിയിൽ ഞാനും ഒരു സമയത്ത് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മീറ്റിംഗ് കേൾക്കുന്ന എല്ലാവരോടും പറയുന്നു, നമുക്ക് ലോൺ കിട്ടുന്നത്, ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച്, നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചതാണ്. ക്രെഡിറ്റ് കാർഡ് എന്നുള്ളൊരു വേർഡ് വന്നപ്പോൾ ഞാൻ ആ കാര്യം ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞാട്ടെ, നിങ്ങൾ എങ്ങനെയാണ് സ്നാനപ്പെടാനൊക്കെ ഇടയായ സാഹചര്യം എന്തായിരുന്നു? ഞാന് ആ മീറ്റിങ്ങിന് പോയി തുടങ്ങിയപ്പോഴേക്കും ഏതാണ്ട് 2014 കഴിഞ്ഞപ്പോഴേ എനിക്ക് സ്നാനപ്പെടണമെന്ന് ഭയങ്കര താല്പര്യമാണ്. ഞാനപ്പോഴേ ആൻസിയോട് ഞാൻ ഷെയർ ചെയ്യും എനിക്ക് സ്നാനപ്പെടണമെന്ന്. പക്ഷെ പുള്ളിക്കാരത്തി ഒരു വിധത്തിലും സമ്മതിക്കത്തില്ല. നമ്മള് തുല്യ ദുഃഖിതരായിരുന്നു കേട്ടോ. കാരണം എന്റെ പ്രിയപ്പെട്ട ആൻസി എന്നാണ്. ഞാനും സ്നാനപ്പെടാൻ തീരുമാനം എടുത്തപ്പം ആൻസി എന്റെ അടുത്ത് പറഞ്ഞു, ചമ്മേനെ സ്നാനപ്പെട്ടോ, പക്ഷെ എന്നോട് സ്നാനപ്പെടാൻ വേണ്ടി ദയവായിട്ട് പറയരുത്, ഞാൻ ഒരു കാരണവശാലും അതിന് തയ്യാറല്ല എന്ന് പറയാറുണ്ട്. യെസ്, പറയാം. ഇതുപോലെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വളരെ പലപ്പോഴും പറഞ്ഞ ഇതിന്റെ പേരിൽ ഞങ്ങൾ ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരേ തോണിയിൽ യാത്ര ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾ സ്ഥിരം വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു ഇതിന്റെ പേര്. പിന്നെ ദൈവത്തിന്റെ തക്ക സമയമായപ്പോഴേക്കും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഒരേ സ്നാനക്കുളത്തിൽ ഒരേ സമയം ഫസ്റ്റ് ടിജിയുടെ കീഴില് അഭിഷേക്തന്റെ കരത്തിൽ തന്നെ ഞങ്ങൾ സ്നാനപ്പെട്ടു. 2014 ഡിസംബർ മാസം 27-ാം തീയതി ഞങ്ങൾ രണ്ടുപേരും സ്നാനപ്പെട്ടു. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിനു മുമ്പ് കൂടുതൽ നമ്മൾ സ്പിരിച്വലായിട്ട് അടുക്കാൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കേർസൽ നടത്തുമായിരുന്നു. സത്യം പറഞ്ഞാല് എനിക്ക് കേർസൽ നടത്തുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അന്ന് ഇച്ചിരി പൈസയൊക്കെ അല്പം പിശുക്ക് ഉള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. അല്പം അങ്ങോട്ട് വിട്ടുകൊടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം വീട്ടിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയാ,
നമുക്ക് കുറച്ചൊക്കെ ചെലവ് വരത്തില്ലേ? അപ്പോൾ ഈ കയ്യിലൊന്നൊക്കെ എടുത്ത് വെക്കണ്ടേ, കാശ് വെക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ആൻസിക്ക് വലിയ താല്പര്യം പ്രയർ വയ്ക്കാൻ. പക്ഷെ എനിക്കാണെങ്കിൽ അതിനോട് താല്പര്യമില്ല. കാര്യം ഈ വീട്ടിൽ വരുന്നവർക്ക് ചായയും കാപ്പിയും ഒക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ശ്രമിക്കാതില്ലായിരുന്നു. പക്ഷെ ഞങ്ങളെ സഭയിൽ നിന്ന് ഒത്തിരി ഒരു ലീഡർ ഉണ്ടായിരുന്നു. പുള്ളി ഞങ്ങൾ ഒരുപാട് ഫോഴ്സ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ആദ്യമായിട്ട് കെയർ സെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നു. ഷാർജയിൽ അപ്പോഴേ 7 കെയർ സെല്ലുണ്ട്. പാസ്റ്റർ പ്രതാപ് ആയിരുന്നു അന്ന് ഞങ്ങളുടെ കെയർ സെല്ല് വരുന്നത്. അതായത് അന്ന് പാസ്റ്റർ അല്ലായിരുന്നു. ശുശ്രൂഷയിൽ ആദ്യമായിട്ട് ദേവദാസൻ കടന്നു വരുന്ന മെസ്സേജ് എടുക്കുന്നത് ആ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ചാണ്. അപ്പോഴേ അങ്ങനെ ഒരു സാഹചര്യം പറഞ്ഞു. ആദ്യമൊക്കെ വളരെ എതിർപ്പായിരുന്നു. കാര്യം എനിക്ക് വീട്ടിൽ വെച്ച് പ്രയർ നടത്തുന്ന ആൾക്കാർ വരുന്നു പോകുന്നു, അപ്പോഴും അതൊരു ബുദ്ധിമുട്ട്. പിന്നെ സൗണ്ട് തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ളവർക്ക് നമ്മുടെ കൈയൊക്കെ അടിച്ച് പാടുമ്പോഴേക്കും അടുത്തുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് ഓട്ടോമാറ്റിക് അത് എന്റെ ജീവിതത്തിൽ തന്നെ ഭയങ്കര ഒരു മാറ്റം ഉണ്ടായി. കാരണം ഒത്തിരി ദുശീലങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഇച്ചിരി മദ്യപിക്കുന്ന സ്വഭാവമൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വല്ല ഫംഗ്ഷൻ സമയങ്ങളിലൊക്കെ സുഹൃത്തുക്കൾ കൂടിയിട്ട് ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു പ്രവാചകനോ ഒരു പാസ്റ്റേഴ്സിനോ ഒന്നും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി ആരും എന്നോട് പറഞ്ഞിട്ടില്ല നീ മദ്യപിക്കരുതെന്നോ സിനിമ കാണരുതെന്നോ എന്നൊന്നും ആരും പറഞ്ഞില്ല. പക്ഷെ ഈ പ്രയറുകൾ ഓട്ടോമാറ്റിക് വീട്ടിൽ വെച്ചപ്പം ഇതിനോടൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടൊരു വെറുപ്പ് ജീവിതത്തിൽ തോന്നി. സ്തോത്രം. അല്ല, മദ്യത്തിനോടുള്ള ഒരു വെറുപ്പ്. അങ്ങനെ സ്ഥിരമൊന്നും മദ്യപിക്കുന്നില്ല, വല്ലപ്പോഴും. പക്ഷെ എന്തായിരുന്നു അതുകൊണ്ടൊക്കെ ഒരു വെറുപ്പാ. ഈ സിഗരറ്റിന്റെ സ്മെല്ല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഭയങ്കര വെറുപ്പായി പോയി. സോറി. പിന്നെ അതുപോലെ തന്നെ സിനിമ കാണുന്ന ഭയങ്കര ഒരു ഹോബി ആയിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഇതൊന്നും ആരും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല, നിങ്ങൾ സിനിമ കാണരുതെന്ന് ഇതുവരെ ഞങ്ങളെ ചർച്ചിലൊന്നും ഞങ്ങൾ ആരും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള പ്രയറുകൾ നമ്മുടെ ഭവനത്തിനകത്ത് വന്നപ്പോൾ എന്തോ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഒരു മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാറ്റം തുടങ്ങി. പിന്നെ നോക്കിയപ്പോ പിന്നെ എങ്ങനെ പ്രയർ നടത്തണമെന്നുള്ള ഭയങ്കര ആഗ്രഹം. അപ്പോഴേക്കും പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം നമ്മുടെ ഹോൾ ഒരു ചെറിയ റൂമാണ്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു സോഫയെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരു പായിട്ട് കഴിഞ്ഞാൽ ഒരു 5-6 പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ പിന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഡ്രോയിങ് ഒക്കെ വരയ്ക്കാൻ തുടങ്ങി. ഇന്ന സ്ക്വയർ ഫീറ്റ് ഇത്ര അളവുള്ള 25 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹോള് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഏതാണ്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പാസ്റ്റർ ടിജിയോട് ഞങ്ങളെ ഷെയർ ചെയ്ത്, ദേവദാസിനെ ഇങ്ങനെയാണ് ഒരു ആവശ്യം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു ഞാൻ ആ വീട്ടിൽ വരും, ഫസ്റ്റ് പ്രയർ ഞാൻ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രയർ നടത്തുന്നത്. ദൈവം ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്ലാറ്റ് തന്നു. അതായത് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നമ്മൾ ആരാധിക്കുമ്പോൾ സൗണ്ട് പുറത്തു പോകാൻ പാടില്ല. ദൈവം എനിക്ക് തന്ന 2 ഡോറുള്ള ഒരു റൂമാണ് തന്നെ. കാരണം ആദ്യത്തെ ഡോർ കൂട്ടിയാലും സൗണ്ട് പുറത്തു പോയാലും രണ്ടാമത്തെ ഡോർ കൂട്ടിയാലും സൗണ്ട് പോകത്തില്ല, ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. അങ്ങനെ ഒരു ഫ്ലാറ്റ് തന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ 25 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഹാള്. ഞാൻ ചുമ്മാ ഒരു മെഷർമെന്റ് എടുത്തതാ, സെന്റിമീറ്ററിലാണ് എടുത്തത്. അതേ എന്നും എന്റെ ഡയറിക്കകത്ത് ഞാൻ അത് മെഷർമെന്റ് എടുത്തിട്ടുള്ളതുണ്ട്. അതേ മെഷർമെന്റിലുള്ള ഒരു ഹാളോ ദൈവം എനിക്ക് തന്നത്. ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് അവിടെ നിന്ന് എന്റെ ഫാമിലി ഇവിടെ ആക്കുന്നത് വരെയും ചർച്ചിന്റെ എല്ലാ കെയർസെൽ മീറ്റിങ്ങുകള്, ലീഡേഴ്സ് മീറ്റിങ്ങുകള്, ഫാസ്റ്റിംഗ് പ്രയറുകള്, സകലത്. കാരണം പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ത്രില്ലായി പോയി. ആൻസി പിന്നെ ഫുഡ് ഉണ്ടാക്കി പഴി. ഞങ്ങൾ പിന്നെ ചിക്കൻ വാങ്ങിക്കൊക്കെ ആയിരുന്നു പഠിക്കുക. ആദ്യം സത്യം പറഞ്ഞ പാസ്റ്റർ, ആദ്യം വീട്ടില് ഒരു കേക്ക് വാങ്ങുമ്പം 450 ദറംസാ, 4 രൂപ 50 പൈസ. അതൊരു മാർബിൾ കേക്ക് എന്ന് പറയും. ഈ കേക്കിനെ നമുക്ക് എത്ര പീസായിട്ടോടെ നമുക്ക് കട്ട് ചെയ്യാം. കാരണം ഒരു 10 പേർക്ക് വന്ന ഞാനിതൊരു നല്ലൊരു മീറ്റിംഗ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നതാ. തീർച്ചയായിട്ടും തിരുപ്പാസ് പറയട്ടെ, നമ്മുടെ വീടുകളിൽ പ്രയർ വെക്കുമ്പം ഈ കർത്താവ് കൊടുത്തപ്പം പിന്നെ ആൾക്കാർ മീൻ കഴിച്ച് 5 അപ്പവും പിന്നെ മീനും വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പം ഈ അപ്പവും മീനും കഴിച്ച് തൃപ്തരായി. അല്ലാതെ നമ്മുടെ വീടുകളിലൊക്കെ ഈ പ്രയർ നടക്കുമ്പം 2 കിലോ പിന്നെ ചിക്കനും പിന്നെ 10 കിലോ ഉരുളക്കിഴങ്ങും ഇട്ടാ കറി വെക്കുന്നതെന്ന് സാധാരണ തമാശയായിട്ട് പറയുന്നത്. അതിനേക്കാളും ഗതികേടായിരുന്നു പാസ്റ്റർ എന്റെ സിറ്റുവേഷന്. കാര്യം ഒരു 4 രൂപ 50 പൈസയുടെ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ പാട്ടുബുക്കിന്റെ അത്രയും വരത്തുള്ളൂ. അതിനെ ഞാൻ എത്രത്തോളം പീസാക്കാൻ പറ്റുമോ അത്രത്തോളം പീസാക്കി. ചായക്ക് പാല് കാണത്തില്ല, അതുകൊണ്ട് സുലൈമാനില്ല തുടങ്ങിയത്. കാര്യം അത്രത്തോളം പിശുക്ക് തുടങ്ങിയ. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ ഒന്നും നമുക്ക് അറിയത്തില്ല, എങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ അങ്ങനെ ഒരു വളരെ അത് നമ്മുടെ വലിയൊരു ബ്ലെസ്ഡ് ആയിരുന്നു. എന്റെ ഫാമിലി ഇവിടെ വരുന്നത് വരെയും ആ ഭവനം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കാനും ഒക്കെ അത് ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. അതുപോലെ ദൈവസഭയും ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു, വളർത്തി. അങ്ങനെ സ്തോത്രം. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റ് മണിയാണ്. സിസ്റ്റർ നാട്ടിൽ വന്നിട്ട് ട്രിവാൻഡ്രം ചർച്ചുമായിട്ട്
നിങ്ങളുടെ കുടുംബ ട്രിവാൻഡ്രം ചർച്ചുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ആ കാര്യങ്ങളെ കുറിച്ചും കേൾക്കാൻ ആഗ്രഹം. ഞാൻ നാട്ടിൽ വന്നിട്ട് ഞങ്ങള് വരാൻ കാരണം ഇച്ചാന്റെ അമ്മയ്ക്ക് ഹെൽത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞ വരാൻ ഒട്ടും മനസ്സില്ലാണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം അത്രയും ഞങ്ങള് ഷാർജ ചർച്ചുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ ഷാർജ ചർച്ചുമായിട്ടും പാസ്റ്റർ ടിജി USA പോയി കഴിഞ്ഞിട്ട് പാസ്റ്റർ ടിബി ആയിരുന്നു പിന്നെ കണ്ടിന്യൂ ചെയ്തത്. അപ്പോ ടിബി പാസ്റ്ററുമായിട്ടായാലും ഷാർജ ചർച്ചിലെല്ലാം എന്താ പറയാ ഞങ്ങളുടെ ഹൃദയമായിരുന്നു എന്ന് പറയാം ഷാർജ ചർച്ച്. കാരണം ഇച്ചയൻ പറഞ്ഞതുപോലെ അത്രത്തോളം ഞങ്ങൾ വളർന്നു. ആ ഒരു ഏതൊരു സിറ്റുവേഷനിൽ നിന്ന് ഞങ്ങൾ വന്നു അതിനേക്കാൾ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സിറ്റുവേഷനിലോട്ട് ദൈവം ഞങ്ങളെ കൊണ്ടെത്തിച്ചു. ഈ പറഞ്ഞ പോലെ കെയർ സെല്ലും ഒക്കെ നടത്താൻ തുടങ്ങിയപ്പോ ഫുഡൊക്കെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആവേശമായിരുന്നു ആഹാരം കൊടുക്കുക, ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുക എന്നുള്ളൊരു എന്തെന്നില്ലാത്തൊരു ആവശ്യമായിരുന്നു. അപ്പൊ അത്രയും ഞങ്ങള് അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങളുടെ ചർച്ചുമായിട്ട്. പിന്നെ അത് മാത്രമല്ല എനിക്ക് പാസ്റ്റർ ടിജി ഞാൻ ആദ്യം എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോളുടെ ഡെലിവറി സമയത്ത് ആ ജോലി ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞ് ഇവര് കുഞ്ഞായത് കാരണം കുറച്ച് നാൾ ഗ്യാപ്പ് ഉണ്ടായി. പിന്നെ ജോലിയൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. ആ സമയത്തും ഒത്തിരി വാഗ്ദത്തങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ വെച്ച് പാസ്റ്റർ ടിജി ഞങ്ങളോട് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അതെല്ലാം നടന്നിട്ടുള്ള ഒരിക്കൽ ഇങ്ങനെ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് പാസ്റ്ററിന്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോ പാസ്റ്റർ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വരുമോ, പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ നീ അന്വേഷിക്കുന്ന ജോലി നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ നിനക്കുള്ള നന്മ ദൈവം നിന്റെ വീട്ടിൽ കൊണ്ടുതരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, പാസ്റ്റർ എന്തോ പറയണം, ഞാൻ അങ്ങോട്ടല്ലേ ജോലി അന്വേഷിച്ചു പോകുന്നത്, ഇനിയിപ്പൊ ഞാൻ ഏതെങ്കിലും ഓഫീസിലോ സ്കൂളിലോ എവിടെയെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ നിന്നല്ലേ പോയി നന്മ മേടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഓക്കെ, ഞാൻ കുറെ നാളിങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചു, അത് ഞാൻ അങ്ങ് കളഞ്ഞു. പക്ഷെ ഒരു 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുതിയ ഫ്ലാറ്റിലോട്ട് മാറിയപ്പോ കുറച്ച് പറഞ്ഞ പോലെ കുറച്ച് വലിയ ഹോളും കുറച്ച് വിശാലമായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ദൈവം നമുക്ക് തന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇച്ചേൻ എന്നോട് പറഞ്ഞു, ഇടയ്ക്ക് ഇച്ചേന്റെ കസിൻ ബ്രദർ അവിടെ ഉണ്ട്, കസിൻ ബ്രദറിന്റെ മോനെ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിടുമായിരുന്നു. അപ്പോ അവനെ ഇടയ്ക്കൊക്കെ നോക്കും, അവൻ ഹാപ്പിയാണ് അവിടെ വന്ന് നിൽക്കുമ്പോ. അപ്പൊ ഇച്ചാൻ എന്നോട് പറഞ്ഞു, നിനക്കൊരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്തൂടെ, അപ്പോഴാകുമ്പോ നിനക്ക് പിന്നെ പുറത്തു പോയി ജോലി ചെയ്യണ്ട. ഇപ്പൊ രാവിലെ ഇപ്പം പാസ്റ്റിന് അറിയാലോ ഷാർജയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ പോണം, പിന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ഡേ കെയറിലാക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ലല്ലോ, നിനക്കൊന്ന് ഡേ കെയർ പോലെ സ്റ്റാർട്ട് ചെയ്തൂടെ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ എന്തായാലും തുടങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോ ഒത്തിരി കുഞ്ഞുങ്ങൾ വരാൻ തുടങ്ങി ഡേ കെയറിലോട്ട്. അപ്പൊ ഒത്തിരി പാരന്റ്സിനൊക്കെ ഒത്തിരി അനുഗ്രഹം തുടങ്ങി. ആ ഫസ്റ്റ് നന്മ ഞാൻ വാങ്ങുമ്പോ, പാരന്റ്സിന്റെ കരങ്ങളിൽ നിന്ന് ഞാൻ വാങ്ങുമ്പോഴാണ് പാസ്റ്റർ ടിജി എന്നോട് പറഞ്ഞ വാഗ്ദത്തം ഞാൻ ഓർമ്മിക്കുന്നത്, നിനക്കുള്ള നന്മ നിന്റെ വീട്ടിലേക്ക് ദൈവം കൊണ്ടുവരും. അപ്പോഴാണ് ഇങ്ങനെ ശരി, എല്ലാരും നമുക്ക് അങ്ങോട്ട് പോയി നമ്മൾ നന്മ വാങ്ങുന്നു, പക്ഷെ ആ പാരന്റ്സ് എല്ലാം എനിക്ക് ഇങ്ങോട്ടാണ് കൊണ്ട് നന്മ തന്നുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ട് ഞാൻ പോവുകയാണ്. ഒരിക്കലും ഒട്ടും താല്പര്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. പക്ഷെ സാഹചര്യം അങ്ങനെയായിരുന്നു. നമുക്ക് ദൈവം നമ്മളെ വചനം പഠിപ്പിക്കുന്ന നമ്മുടെ പാരന്റ്സിനെ നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു അമ്മ കടന്നുപോയത്. എന്തായാലും ഞങ്ങള് നാട്ടിലേക്ക് വന്നു. ആ അമ്മയ്ക്ക് സുഖമായി. വേറെ ഞാനും കൂടെ വന്നു, അമ്മയുടെ കൂടെ നിന്ന് ഞങ്ങളൊക്കെ കൂടെ നിന്നപ്പോഴത്തേക്കും ആ ഒരു ഒറ്റപ്പെടലിന്റെ അവസ്ഥയെല്ലാം മാറി, അമ്മ ഓക്കെ ആയി. ഒരു 6 മാസം വരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചർച്ചിൽ വരാൻ പറ്റുന്നില്ലായിരുന്നു. അന്ന് ഞങ്ങൾ ഇച്ചിരി ദൂരെയാണ് ഇവിടെ നിന്ന്, ഞങ്ങളുടെ ചേന്റെ വീടെന്ന് പറയുന്നത്. അപ്പോ 2-3 ബസ് കയറിയാലേ വരാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അപ്പൊ എന്നോട് പാസ്റ്റർ ടിബി എന്നെ എപ്പോഴും എൻകറേജ് ചെയ്യുമായിരുന്നു, സിസ്റ്റർ ഡ്രൈവിംഗ് പഠിക്കണം. പക്ഷെ എനിക്ക് ഞാൻ ഒട്ടും എന്നോട് സമ്മതിക്കാത്ത ഒരു കാര്യമാണ്, ഞാൻ എന്റെ ജന്മത്തിൽ ഞാൻ പഠിക്കത്തില്ല. പക്ഷെ എന്തോ ഒരു സിറ്റുവേഷനിൽ ഞാൻ തന്നെ അങ്ങ് പോയി പഠിക്കാം എന്നുള്ള ഒരു ഇതിൽ വന്ന് പഠിച്ചു. ദൈവത്തിന്റെ കൃപയാല്
അത്രയും പേടിയുണ്ടായിരുന്നു. എനിക്ക് 4 വീലർ ഓടിക്കാനുള്ള ഒരു കൃപ ദൈവം തന്നു, 2 വീലർ ഓടിക്കാനുള്ള ഒരു കൃപ തന്നു. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതിനുശേഷമാണ് ഞങ്ങള് ട്രിവാൻഡ്രം ഈ ചർച്ചിലേക്ക് ഈ ഈ സ്ഥിരമായിട്ട്. പ്രശ്നത്തിൽ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. കാരണം സഹോദരിമാര് അവർക്ക് വാഹനം ഓടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര ഭയം. ആൻസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എൻ്റെ വൈഫും ഞാൻ നിർബന്ധിച്ച് കാറൊക്കെ ഓടിക്കാൻ പഠിപ്പിച്ചെങ്കിലും ഇപ്പൊ എറണാകുളത്തോട്ട് വന്നേ പിന്നെ പുള്ളിക്കാരി പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ മാത്രമേ കാർ ഓടിക്കൂ, എറണാകുളം ജില്ലയിൽ ഓടിക്കത്തില്ല. കാരണം ഭയങ്കര ഭയം. തീർച്ചയായിട്ടും ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും വാഹനം ഓടിക്കാൻ ഭയം ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ ഭയം മാറിപ്പോട്ടെ. നിങ്ങൾക്ക് കാറാണേലും സ്കൂട്ടർ ആണേലും എല്ലാം ഓടിക്കാൻ കർത്താവ് ഒരു ബലവും ധൈര്യവും നൽകി തരട്ടെ. യെസ്, പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങള് ട്രിവാൻഡ്രം ചർച്ചില് ഞങ്ങള് പിന്നെ സ്ഥിരമായിട്ടും പാസ്റ്റർ ആനിൽ സാമുവേലായിരുന്നു ഞങ്ങൾ വന്നപ്പോ വന്നു തുടങ്ങി, പാസ്റ്റർ വന്നു തുടങ്ങി ആ സമയമായിരുന്നു. അപ്പൊ ഒത്തിരി അനുഗ്രഹമായിരുന്നു പാസ്റ്റർ. നമുക്ക് ഒത്തിരി ഞങ്ങളുടെ എപ്പോഴും ഞങ്ങൾക്ക് തുറന്ന് സംസാരിക്കാനായാലും എല്ലാം ഒത്തിരി അനുഗ്രഹമായിരുന്നു അനിൽ പാസ്റ്റർ. അതിനിടയിലും പലവിധമായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയെങ്കിലും ശരിക്കും പറഞ്ഞ ചർച്ച് മീറ്റിംഗിൽ വരുമ്പോ ഞങ്ങൾക്കുള്ള മെസ്സേജ് ആയിരിക്കും ആ ചർച്ച് മീറ്റിംഗിൽ ഞങ്ങൾക്ക് കിട്ടുന്നത്, അതും പ്രാപിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇച്ചേന് നാട്ടിൽ വന്നിട്ട് പോയപ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഭാരം എനിക്കുണ്ടായി. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇപ്പൊ ഞാനും ഇച്ചാനും അങ്ങും ഇങ്ങും നിൽക്കുന്ന ഒരവസ്ഥ, പിന്നെ ഞാനങ്ങ് ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥ പോലെ, എല്ലാം തന്നെ ചെയ്യേണ്ട ഒരവസ്ഥ. അങ്ങനെ മാനസികമായിട്ട് വളരെയധികം ഒരു ഡിപ്രഷന്റെ അവസ്ഥയിലോട്ട് പോകുന്ന എന്ന് ഞാൻ ഇച്ചയെ വിളിച്ചാലും ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടേ സംസാരിക്കത്തുള്ളൂ. എപ്പോഴെല്ലാം ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കായിരുന്നാലും കർത്താവിന്റെ സന്നിധിയിലിരുന്ന് ഒന്നും പ്രാർത്ഥിക്കത്തില്ല. കണ്ണുനീരോടെ എപ്പോഴും ഇങ്ങനെ കർത്താവിനോട് കരയുമായിരുന്നു. എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നത്, എന്താ ഇങ്ങനെ ജീവിതത്തിൽ വന്നത് എന്നുള്ള ഒരു അവസ്ഥയിലോട്ട്, ഭയങ്കര ഒരു അവസ്ഥയിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം ഒരു ദിവസം ഞങ്ങള് ഈ കവടിയാറായിരുന്നു. അപ്പൊ ചർച്ചിൽ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇച്ച എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ആൻസി എന്റെ വിസ റിന്യൂ ചെയ്യാൻ സമയമായി, ഞാന് കൊടുക്കട്ടെ അതോ ഞാൻ അങ്ങ് നാട്ടിൽ വരട്ടെ? കാരണം എന്റെ അവസ്ഥ കണ്ടിട്ട് എന്നോട് ചോദിക്കുവാണ്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് പറയണ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ചർച്ച് മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരട്ടെ, എന്നിട്ട് ഞാൻ ഇതിന്റെ മറുപടി തരാം എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഞാൻ അന്ന് ചർച്ച് മീറ്റിങ്ങിന് പോകുന്ന അന്ന് അരവിന്ദ് വിൽസന്റെ പാസ്റ്ററാണ് അന്ന് മെസ്സേജ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് ട്രിവാൻഡ്രം ചർച്ചിൽ അത് കഴിഞ്ഞിട്ടാണ് പാസ്റ്റർ ചർച്ച ആരംഭിക്കുന്നത്. അപ്പോ അന്നത്തെ മെസ്സേജിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എന്നോട് സംസാരിക്കണം, എനിക്ക് തിരിച്ചു പോകുമ്പോ ഇച്ചേനൊരു മറുപടി കൊടുക്കണം, അപ്പൊ എന്നോട് അത് സംസാരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാസ്റ്റർ എടുക്കുന്ന മെസ്സേജ് എല്ലാം 3-ാം ദിവസം, ഒരു ഉയർപ്പിന്റെ 3-ാം ദിവസം, എല്ലാ ദിവസത്തിനും ഒരു 3-ാം ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. അപ്പൊ നിനക്കൊരു 3-ാം ദിവസം വെച്ചിട്ടുണ്ട്, ദൈവം അത് നിന്നെ ഉയർപ്പിക്കാനുള്ള ഒരു ദിവസമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാതെ എനിക്കിനി എന്റെ അടുത്ത് ഈ ദിവസം തൊട്ട് തുടങ്ങുന്ന 3-ാമത്തെ ദിവസം ദൈവം എനിക്ക് എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുക. പക്ഷെ ദൈവം എന്നോട് സംസാരിക്കുവാണ്, ഇല്ല, ഇന്നാണ് നിന്റെ 3-ാമത്തെ ദിവസം. കാരണം അതിന് തൊട്ട് 2 ദിവസം എന്റെ ജീവിതത്തില് കുറച്ച് അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഞാന് പിന്നെ ഉണ്ടായി. കാരണം ഞങ്ങളുടെ വീട്ടില് ഈ ഫുഡൊക്കെ വെക്കുന്ന പുറത്തെ നമ്മുടെ വിറകടുപ്പിലാ വെക്കുന്നത്. ആ സമയത്ത് ഒരിക്കൽ വെള്ളം തിളപ്പിച്ചിട്ട് അതെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും ഇതിന്റെ ഈ തീക്കൊള്ളി എല്ലാം കൂടെ വന്നിട്ട് എന്റെ പുറത്തോട്ട് വീഴാനായിട്ട് വന്നു. അപ്പൊ എന്റെ കയ്യിൽ ഈ തിളച്ച വെള്ളം മാറ്റി വെക്കേണ്ട തിളച്ച വെള്ളം എന്റെ കയ്യിലിരിക്കും. ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രം ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞാണ്. അപ്പൊ ഇതെന്റെ കയ്യിലിരിക്കുന്ന ഈ തീക്കൊള്ളി എല്ലാം കൂടെ എന്റെ പുറത്തോട്ട് വന്നു. അപ്പൊ ഞാനൊരു സാറ്റേണിലുള്ള ഒരു പാവാടയാണ് ഇട്ടിരുന്നത്. അപ്പൊ അത് പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഈ വെള്ളം എടുത്ത് വെക്കണോ, തീ വരുന്ന തട്ടി മാറ്റണോ എന്നുള്ള അവസ്ഥയില് പോയി പെട്ടെന്ന് ഞാൻ വെള്ളം എടുത്തു വെച്ചു. ആ തീ എങ്ങനെയോ തട്ടി മാറി അങ്ങ് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 2 ദിവസം
ഫസ്റ്റ് ദിവസം ഞാൻ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് എനിക്ക് എന്താണെന്ന് ഇന്ന് വരെ എനിക്കത് അറിയത്തില്ല. സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മോളുടെ സ്കൂളിലാണെന്ന് തോന്നുന്നു പോകുന്നത്. ആ സമയത്ത് ഒരു ചേര, എല്ലാ നാട്ടിലും അങ്ങനെയാണോ പറയുന്നത്, ചേര ഈ വണ്ടിയുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഫ്രണ്ടില് കുറുകെ ഇങ്ങനെ പോവുക, സ്പീഡിൽ പോവുക. അപ്പം പെട്ടെന്ന് ഞാനങ്ങ് ബ്രേക്ക് പിടിച്ച് നിർത്തിയാണ്. നമുക്കറിയാം അതിനെ ഇടിച്ച് എന്തെങ്കിലും അത് കയറി ചുറ്റുകയോ എന്തെങ്കിലും സംഭവിക്കും. ഇതേ സിറ്റുവേഷൻ തന്നെ അടുത്ത ദിവസം വെള്ളിയാഴ്ച ഇത് സംഭവിക്കുന്ന, ശനിയാഴ്ച 4 വീലറും കൊണ്ടുവരുമ്പോ ഇതേപോലെ വേറൊരു സ്ഥലത്ത് സെയിം ഇതേ സിറ്റുവേഷനില് വലത് നിന്ന് ഇടത്തോട്ട് ഈ ഒരു ചേര. അത് എനിക്ക് എന്തുവാണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇന്ന് വരെ അറിയത്തില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് പാസ്റ്റർ മെസ്സേജ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഈ 3 ഇൻസിഡന്റും ദൈവം എന്റെ മുന്നിൽ കൊണ്ടുവന്നു. എന്നിട്ട് കർത്താവിന്റെ ഇതാണ് നിന്നെ പിശാച് തകർക്കാൻ നോക്കുന്നിടത്ത് ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു 3-ാമത്തെ ദിവസം. നിനക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ദിവസമായത് എന്ന് പറഞ്ഞ അന്ന് ഭയങ്കരമായിട്ട് ദൈവം എന്നെ ബലപ്പെടുത്തി, ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തി. അന്ന് ഞാന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞു, ഇത് എന്താ പറയുന്നേ, ഇച്ചേനെ ഒരു ശുശ്രൂഷ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരംഭിക്കുന്നത് അത് UAE നിന്നായിരിക്കും ആരംഭിക്കുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും ആ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കരുത് എന്ന് ദൈവം എന്നോട് സംസാരിച്ചു. അന്ന് ആ ഒരു തീരുമാനം എടുത്ത് എന്നോട് അതിനു മുന്നേ ഒക്കെ എന്നോട് ചില കോഴ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കുറച്ച് കോഴ്സ് ഒക്കെ പഠിക്കാനൊക്കെ പറയുമ്പോൾ ഞാനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ തീരുമാനം എടുത്ത് അങ്ങനെ കുറച്ച് കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ പഠിക്കാനും, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ TTC കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കേറ്ററ്റ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എടുത്താലേ അതിനൊരു വാല്യൂ ഉള്ളൂ. ഞാൻ 15 വർഷത്തിന് ശേഷം ഞാൻ പഠിച്ച TTC വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് കേറ്ററ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു 3 മാസം ഞാനൊരു ആ കോഴ്സിന് പോയി. പക്ഷെ അത്ഭുതകരം എന്ന് പറയട്ടെ, ആ ഒരു കേറ്ററ്റ് എങ്ങനെ കിട്ടിയെന്നത് എനിക്ക്, കാരണം എന്റെ കൂടെ പഠിച്ച അന്ന് വരെ എഴുതിയിട്ടുള്ള പലർക്കും ആ ഒരു ഇത് കിട്ടിയിട്ടില്ല, കേറ്ററ്റ് കിട്ടിയിട്ടില്ല. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റില് എന്തുവാന്നറിയില്ല, ദൈവം എനിക്ക് അതിലൊരു വിജയം തന്നു. ഞാനൊരു എക്സാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ അതിന്റെ ഒരു റിവ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ടൊന്നും ഇതിനൊന്നിനും എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ മാർഗം എനിക്ക് കിട്ടുന്നില്ല അതില്. പക്ഷെ എന്റെ ഈ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ എടുത്തു വെച്ച് നോക്കുമ്പോ എനിക്ക് നല്ലൊരു മാർക്ക്, അതായത് ജയിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് ദൈവം എനിക്ക് തന്നിരിക്കുവാണ്. അപ്പൊ ഞാൻ ഭയങ്കര ഒരു അതിശയത്തില്ല, കാരണം അതെനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ ഒത്തിരി അനുഗ്രഹമായിരുന്നു ഈ ഞങ്ങളുടെ സ്റ്റാർട്ടിങ്, ട്രിവാൻഡ്രം ചർച്ചിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. സോദരം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പം സിസ്റ്റർ സൺഡേ സ്കൂളിന്റെ ടീച്ചറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം നമ്മൾ കേൾക്കാനിടയായി തീർന്നു. കാരണം ലോകത്തിന്റെ ഇമ്പങ്ങളിലും ഇഷ്ടങ്ങളിലും ഒക്കെ ഓടിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തെ ദൈവം എത്ര അതിശയകരമായിട്ടാണ് കർത്താവിലേക്ക് തിരിച്ച് ദൈവരാജ്യത്തിന്, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ള ഒരു കുടുംബമായി തീർന്നു. നമ്മൾ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകാൻ പാടില്ലാത്ത ഒരു പേരുണ്ട്. അത് നമ്മുടെ കർത്താവിന്റെ നമ്മുടെ അഭിഷിക്തന്റെ പേര് തന്നെയാണ്. കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ ടിനു ജോർജിന് ദൈവം കൊടുത്ത ദർശനത്തിന്റെ കീഴിലാണ് ട്രിവാൻഡ്രത്തായാലും അതുപോലെ UAE ഒക്കെ ഒരു വിടുതലിന്റെ അനുഭവം, മാനസാന്തരത്തിന്റെ അനുഭവം, സ്നാനത്തിന്റെ അനുഭവം ഒക്കെ ഉണ്ടാവുകയും എനിക്ക് തോന്നുന്നു ഷാർജയിലും ബ്രദർ ശുശ്രൂഷയിലൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ അവിടെ കെയർ സെല്ലുകളിലൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, കെയർ സെല്ലുകളിൽ ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ ഈ കുടുംബത്തിൽ കുഞ്ഞുങ്ങളാണെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. മക്കളെ പ്രത്യേകിച്ച് അനിൽ പാസ്റ്ററിന്റെ പേര് സിസ്റ്റർ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ട്രിവാൻഡ്രം ചർച്ചിന്റെ ഒരു ഇതുവരെയുള്ള വളർച്ചയുടെ പിന്നിൽ അനിൽ പാസ്റ്ററിന്റെ വളരെ ശക്തമായൊരു അധ്വാനവും പ്രാർത്ഥനയും അതിന്റെ പിന്നിലുണ്ട്. അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കർത്താവിന്റെ അഭിഷിക്തനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനും അവിടെ കുഞ്ഞിലെ തൊട്ട് അവിടെ ശാരദ ചർച്ചിൽ വളർന്നു.
അപ്പൊ അവിടെ നമുക്ക് ടീച്ചർ പാസ്റ്റർ ആയിട്ട് നല്ലതായിട്ട് സ്പീച്ചിലേക്ക് മുത്ത് തരാനും ഇടയായി. ഞാൻ ഈ ഒരു ഫോറസ്റ്റിന്റെ കറക്റ്റ് എൻകൗണ്ടർ ഉണ്ടാവുന്ന എന്റെ 8ാമത്തെ വയസ്സിലാണ്. അതെന്ന് വെച്ചാൽ ഒരു ഓഗസ്റ്റ് സമയത്ത് ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന സമയത്ത് പപ്പയും അമ്മയും ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കും. അപ്പൊ എന്തോ എന്റെ മനസ്സിലൊരു നിയോഗം നിങ്ങൾ രണ്ടുപേരും അഭിഷേകം പ്രാപിച്ചതാണല്ലേ? അന്യഭാഷ പ്രാപിച്ചവരാണല്ലേ? സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറ അഭിഷേകം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ കാര്യം. ഞാന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ പരിശുദ്ധാത്മാവിൽ നിറയണം, അവർ അന്യഭാഷകൾ സംസാരിക്കും. നിങ്ങൾ രണ്ടുപേരും ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ഉയർന്ന ദൈവസാന്നിധ്യം നിങ്ങളിൽ രണ്ടുപേരിലും കർത്താവ് അയച്ചിട്ടുണ്ട്. പറഞ്ഞോ. അങ്ങനെ എനിക്ക് പപ്പയമ്മ ഇങ്ങനെ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കും. അപ്പൊ അത് കണ്ടപ്പം എനിക്കെന്തോ എന്റെ മനസ്സിലൊരു പ്രേരണ തോന്നി, എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കണം. അപ്പൊ ഒരു 3 days 4 days അല്ല, ഒരു വീക്ക് ആയിരുന്നു ഫാസ്റ്റിംഗ് പ്രയർ. പക്ഷെ ലാസ്റ്റ് 3 days ഒക്കെ ആയിട്ട് ഓരോ ഭവനത്തിൽ വെച്ച് ഇങ്ങനെ മീറ്റിംഗ് നടക്കുമ്പോ എനിക്ക് തോന്നി എടുക്കണം. അങ്ങനെ നൈറ്റ് മാത്രം കഴിക്കും, ബാക്കി ഫുള്ള്. എന്റെ 8ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുമ്പോഴാണ് ആദ്യമായിട്ട് ആ ഒരു എന്തുവാ ദൈവത്തിന്റെ പ്രസൻസ് അറിയാനും അങ്ങനെ ടിജി പാസ്റ്ററിന്റെ ഗൈഡൻസ് എനിക്ക് കിട്ടാൻ തുടങ്ങി. സ്പിരിച്വലി കുറെ വളരാൻ തുടങ്ങി. ആ ഒരു അന്യഭാഷ വരും ആ ഒരു നേരം പറ്റി അത് ലഭിച്ചു. അങ്ങനെ ഹോളി സ്പിരിറ്റിൽ ഒരുപാട് വളരാൻ തുടങ്ങി. അങ്ങനെ ആ ചർച്ചിൽ ഞാൻ ഒരുപാട് വളർന്നു. ഇവിടെ ട്രിവാൻഡ്രം ചർച്ചിൽ വന്നപ്പോഴായാലും ഇവിടുത്തെ യൂത്ത്സിലായാലും ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യാനും പറയാനും ലൈക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരും കൂടെ ഉണ്ടായിരുന്നു. നല്ലൊരു ബ്ലെസ്സിംഗ് ആണ് ഈ സഭയിലായിരിക്കുന്നതും. സ്തോത്രം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നു. ആമേൻ. ബ്രദർ വളരെ നന്നായിട്ട് വചനം ശുശ്രൂഷിക്കുകയും വചനം പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് രാവിലത്തെ മോർണിംഗ് മെസ്സേജിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു സന്ദേശം നൽകുവാൻ ഇടയായി തീർന്നു. ഇത്രയും സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തിന്റെ ഷിജു ബ്രദറിന്റെയും ആൻസിസ്റ്ററിന്റെയും കുഞ്ഞുങ്ങളുടെയും ആ ഒരു നല്ല ടെസ്റ്റ് മണി നമുക്കൊരിക്കലും ചർച്ചിൽ ഇത്രയും സമയം എടുത്ത് ഈ കാര്യങ്ങളൊക്കെ കേൾക്കാനും അറിയാനും ഒന്നും സാധിക്കത്തില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ടെസ്റ്റ് മണി എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളെ കുടുംബമായി കർത്താവിന് വേണ്ടി വീണ്ടും ശക്തമായി കർത്താവ് എടുത്ത് ഉപയോഗിക്കട്ടെ. ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം ബ്രദറിന് ദൈവം തന്ന ഒരു ആലോചന പങ്കുവെക്കുവാനുള്ള സമയമാണ്. അതിനി ഒരു 15 മിനിറ്റ് കൂടെ നമ്മുടെ മുമ്പിലുള്ളൂ. ആ സമയത്തിൽ അകത്ത് നിന്നുകൊണ്ട് കർത്താവിന്റെ ദാസൻ ഒരു ആലോചനയോടെ പങ്കുവെക്കണം. ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും ഓരോ വീടുകളിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിൽ 114 കുടുംബങ്ങൾ ഇരുന്നു കൊണ്ടാണ് ഈ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ചെറിയൊരു സഭായോഗത്തിലുള്ള ആള് ഇപ്പോൾ ഈ ടെസ്റ്റ് മണി കേട്ടുകൊണ്ട് ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നും ആൾക്കാര് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇരുന്നുകൊണ്ടും ഒക്കെ ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ടെസ്റ്റ് മണി അനേകം ബ്ലെസ്സിങ് ആയിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം ദൈവവചന കേൾവിക്കായിട്ട് നമ്മൾ ആ സമയത്തെ മാറ്റുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം തന്ന നല്ലൊരു അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എന്താ പറയാ, ഇങ്ങനെ ഈ ഒരു മീറ്റിംഗില് ഞങ്ങളുടെ ഫാമിലിയെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ കേട്ട വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരുമിച്ച് ശുശ്രൂഷിക്കുമെന്നുള്ളൊരു വാഗ്ദത്വം കേട്ടത്. സ്തോത്രം. അപ്പോഴേ ഞാനൊരു വചനം എൻ്റെ മുമ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കത് പറയാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല. ഇന്നിങ്ങനെ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് വന്നതുകൊണ്ട് ഞാൻ അന്ന് എന്നായിരുന്നാലും കൃത്യസമയത്ത് ഞാൻ നടത്താൻ നോക്കാം. വചനം പറഞ്ഞില്ല എങ്കിലും തന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യം പറയാൻ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ മേലുള്ള കോളിംഗ് ദൈവത്തിന്റെ അനേകം അഭിഷക്തന്മാരും ഒറ്റ വാഗ്ദത്തെ പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. അങ്ങനെ പലതൊന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ വാഗ്ദത്തം, കുടുംബമായിട്ട് നിങ്ങൾ ശുശ്രൂഷിക്കുമെന്നുള്ളൊരു വാഗ്ദത്തം. ഞാനിപ്പോൾ യു എയുടെ ദേശത്തിലിരിക്കുന്ന എൻ്റെ ഭാര്യ മക്കൾ ഇവിടെ ഇരിക്കുന്നു. ഞാൻ ദൈവത്തോട് ഞാൻ അവിടെ ഇരുന്ന് ചോദിച്ചു, കർത്താവേ,
കുടുംബമായിട്ട് ഒരുമിച്ച് ശുശ്രൂഷിക്കുമെന്നുള്ളൊരു വാഗ്ദത്തം കേട്ടിട്ട് എങ്ങനെ നമുക്കതിനൊരു ചാൻസ് നമ്മൾ രണ്ടിടത്തിരിക്കുമ്പോൾ? കഴിഞ്ഞ മാസം ഞാൻ വെറുതെ രാത്രി സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തിന് ഒരു വചനം എനിക്ക് കിട്ടി. സ്തോത്രം. ഞാൻ ഇപ്പോഴേ അത് സ്തോത്രം ആവർത്തന പുസ്തകം അതിന്റെ 32-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം, അതിന്റെ 2-ാം ഭാഗമാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒരുവൻ 1000 പേരെ പിന്തുടരുന്നതും ഇരുവർ 10,000 പേരെ ഓടിക്കുന്നതും എങ്ങനെ? സ്തോത്രം. ആ വചനം നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് എന്നോട് തന്ന ഒരു വചനം. ഒരുവൻ 1000 പേരെ പിന്തുടരുന്നതും. ഞാൻ എന്റെ മെസ്സേജ് ഇതല്ല, ഞാൻ വേറൊന്നും എടുത്തിരിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്യുന്ന ആ ലെവലിൽ ഗൈഡ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഞാൻ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. അതില് ഒരുവൻ 1000 പേരെ പിന്തുടരുന്നതും ഇരുവർ 10,000 പേരെ ഓടിക്കുന്നതും എങ്ങനെ? സ്തോത്രം. അതായത് ഒരാളെ കൊണ്ട് പിന്തുടരാൻ പറ്റുന്നത് 1000-ആണ്. സ്തോത്രം. എന്നാൽ 2 പേരെ കൊണ്ട് പിന്തുടരാൻ പറ്റുന്നത് 2000 അല്ലേ ആവേണ്ടത്? പക്ഷെ എന്തുകൊണ്ട് 10,000 വന്നു എന്നൊരു ചിന്ത എന്റെ മേൽ വന്നു. അന്ന് രാത്രി കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ, ഞാൻ ഒറ്റയ്ക്ക്, അതുകൊണ്ട് പ്രാർത്ഥിക്കും. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി, സ്തോത്രം, ഈ വചനത്തിനകത്ത് 2 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച, സ്തോത്രം, അതിനകത്ത് വലിയൊരു പവർഫുൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പോഴേ ഒരേ ദർശനവും ഒരേ കാഴ്ചപ്പാടുമുള്ള 2 പേര് വേണം. സ്തോത്രം. ഏതെങ്കിലും 2 പേരിരുന്നാൽ പോരാ, 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവരിരുന്നാൽ പോരാ, ഒരേ കാഴ്ചപ്പാട്. അങ്ങനെ ഞാൻ എന്റെ ഭാര്യയോട് ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞങ്ങള് കുടുംബ പ്രാർത്ഥന നടത്തും. ഞങ്ങൾ 2 ദേശങ്ങളിലാണെങ്കിലും നൈറ്റ് ഞങ്ങള് ബോട്ടിങ്ങിലൂടെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തും. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, വാ നമുക്ക് രാത്രി പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് വേറെ ഒരു വിഷയം, നമ്മുടെ ഫാമിലി വിഷയം, നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥിക്കേണ്ട. കാരണം കർത്താവിന്റെ ചിനുപാസ്റ്റും ഒത്തിരി വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന നാളുകളിൽ ഒത്തിരി കാര്യങ്ങൾ പ്രൊഫസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എന്റെ മുമ്പിലുണ്ട്. നമ്മൾ എന്നും ചോദിക്കും, പാസ്റ്റർ യുഎയിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ പോയി പേഴ്സണലായി കാണും. കാരണം ആദ്യം പോയി കാണുന്നത് ഞാനായിരിക്കും. കാരണം ഞാൻ ദുബായ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പാസ്റ്റർ അവിടെ വരുന്ന സമയത്ത് ഫസ്റ്റിൽ പോകുന്നത് ഞാനായിരിക്കും. പാസ്റ്ററുടെ ബാഗ് എടുത്ത് വെക്കാൻ പോകുന്നത് ഞാനായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ആ ഒരു പാസ്റ്ററോട് നല്ലൊരു ബന്ധമുള്ളതുകൊണ്ട് പാസ്റ്ററോട് ഞാൻ എപ്പോഴും പറയും, പാസ്റ്റർ ഓരോന്ന് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഓരോ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുമ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വചനം കിട്ടിയപ്പോൾ ഞാൻ എന്റെ ഭാര്യയുമായിട്ട് ഞാൻ രാത്രി സമയമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു പ്ലാൻ ചെയ്തു. സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ഒരു പ്രാർത്ഥന നമുക്കറിയാം. ഞാൻ പറയാം, നമുക്ക് ചിലപ്പോൾ നമുക്ക് വേണ്ട, നമ്മൾ നോർമൽ വാക്കുകൾ പ്രാർത്ഥിക്കേണ്ട, അന്യഭാഷകളിൽ നമുക്ക് എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രാർത്ഥിക്കുക. കുറച്ച് സമയം അന്യഭാഷ പ്രാർത്ഥിക്കും. ഞാൻ മൈക്ക് ഓൺ ചെയ്തിരിക്കും, ഞാൻ എന്റെ മൈക്ക് ഓഫ് ചെയ്തിരിക്കും. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു മാസം, ഇവൻ ഒരു മാസത്തിനകത്ത് വെച്ചാണ്, സ്തോത്രം, ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ ജോലി മേഖലയിലായിട്ട് പല മേഖലകളിലും ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. ഈ ഒരു ദിവസം എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇതേ ഒരു പ്ലാറ്റ്ഫോമിൽ, സ്തോത്രം, കുടുംബമായിട്ട് കർത്താവിന്റെ ദാസിനെ എന്തുകൊണ്ട് എന്നെയും എന്റെ ഫാമിലിയും തെരഞ്ഞെടുത്തു എന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ഞാൻ അത് വിശ്വസിക്കുന്നു. അത് ഹോളി സ്പിരിറ്റിന്റെ മൂവ്മെന്റ് ആണ്. കാരണം യോഗ്യതയും കഴിവും സഭയോടൊപ്പം ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന അനേകം ദൈവമക്കൾ ട്രിവാൻഡ്രം ചർച്ചിൽ ഉള്ളപ്പോൾ, സ്തോത്രം, ഷാർജ സഭയുടെ മെമ്പർ ആയിരിക്കുന്ന എന്നെയും അല്ലെങ്കിൽ എന്റെ ഭാര്യ ഇവിടെ ആയിരിക്കുന്ന എന്തുകൊണ്ട് ഈ ഫസ്റ്റ് മീറ്റിംഗിൽ തെരഞ്ഞെടുത്തു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവാണ് അങ്ങനെ ഒരു നിയോഗം തന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് ഇന്നെനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരാഴ്ച ഒരു ചെറിയൊരു ലീവ് കിട്ടി. 5 days എനിക്ക് ലീവ് കിട്ടി. വരേണ്ട ഒരു സാഹചര്യവും എനിക്കില്ല. ഞാൻ വെറുതെ ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് ഫെയർ കുറവാണ്. ഞാൻ കയറി വന്നു. സ്തോത്രം. ഇന്ന് രാത്രി കഴിയുമ്പോഴേക്കും 2-3 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു പോകണം. സ്തോത്രം. ഹല്ലേലൂയ. നാളെ എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഞാൻ അറിയുന്നു അതൊരു ദൈവത്തിന്റെ നിയോഗമായിരുന്നു. എനിക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇവിടെ ഇരുന്ന്, സ്തോത്രം, ഈ 114 120 കുടുംബങ്ങളോടൊപ്പം ദൈവ സന്നിധിയിൽ ഇരിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ഒരുക്കി, എന്റെ കുടുംബത്തെ ഒരുക്കി. എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം, എന്റെ കുടുംബത്തോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം, അത് ദൈവസഭയിൽ ഞാൻ വളരുന്ന എന്റെ ദൈവസഭയ്ക്കകത്ത് വെച്ച് തന്നെ ദൈവം അത് പ്രൂഫ് ചെയ്തതിനോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കും ഏതെങ്കിലും ഒരു വാഗ്ദത്വം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ വാഗ്ദത്തം സർവശക്തനായ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം.
നിങ്ങളുടെ മേൽ എന്തെങ്കിലും ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ആ വാഗ്ദത്തത്തെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ആ വാഗ്ദത്തം സർവശക്തനായ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. അതിന് തെളിവാണ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും. സ്തോത്രം ഹല്ലേലൂയ. വ്യത്യസ്ത ദേശത്തിൽ ഇരുന്നിട്ട് ഒരു സാഹചര്യവും ഇല്ല, ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല, ഒരുമിച്ച് നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ സാഹചര്യം ഉണ്ടായെങ്കിലും ഒരാഴ്ച ആണെങ്കിലും അത് പ്രൂഫ് ചെയ്ത് ദൈവത്തിന് തരാൻ കഴിയും. സ്തോത്രം. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫസ്റ്റ് സമയം 9:30 ആയി. ഞാൻ കണ്ടിന്യൂ ചെയ്യണോ? നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താമോ? കുഴപ്പമില്ല, ഒരു 9:35 വരെ പോവാം, കുഴപ്പമില്ല. വീണ്ടും ഒരു 15 മിനിറ്റ്സ് കൂടെ വീണ്ടും കിട്ടും. അപ്പൊ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു വചനം വായിച്ചാൽ വളരെ ചുരുക്കമായിട്ട് ഒരു ചെറിയ ഈ വാഗ്ദത്തമായിട്ടുള്ള ആശയം തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ചർച്ചിൽ വെച്ച് പാസ്റ്റർ എന്നോട് പറഞ്ഞ മെസ്സേജ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ 2 മെസ്സേജോ? എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ല 2 മെസ്സേജ്. ഒന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് ഞാൻ ഒത്തിരി ടെൻഷനുള്ള കാര്യം, രാവിലെ പോകുന്നു, എങ്ങനെ വചനം പറയണം, പോകുന്നതിന്റെ ഒരു മാനസിക സമ്മർദ്ദം, പിന്നെ രാത്രി പോകണം, ഇവിടെ ഒതുക്കണം, എല്ലാം കൂടെ ഉള്ള ഒരു ടെൻഷന്റെ ഒരു ഇടയിലാണ്. എന്നാലും ദൈവം തന്ന ഒരു വചനം, എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ തന്ന വചനം. ഞാൻ പാസ്റ്റർ പറഞ്ഞപ്പോഴേക്കും ഞാൻ ചർച്ചയിൽ കയറിയപ്പോൾ ഞാൻ അതിന്റെ ടാബ് ഓപ്പൺ ചെയ്തു. ഞാൻ അവിടെ ഇരുന്ന് കുറച്ചൊക്കെ വചനങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെ നോക്കി ഏത് വചനം പറയാം. അപ്പോഴെനിക്ക് തന്ന ഒരു ഞാൻ റെഡിയാക്കിയ ഒരു മെസ്സേജ് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ അതിന്റെ 1:20 ആ വചനം നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഇതിനകത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആ വാഗ്ദത്തങ്ങളെ നമ്മൾ പ്രാപിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. 2025 നാം പ്രാപിക്കേണ്ട സകല വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിക്കണം. ഒന്നും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരു വാഹനത്തിന് ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ ഇൻഷുറൻസിന് ഒരു പീരീഡ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ പീരീഡിനകത്ത് വെച്ച് ആ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലെയിം ചെയ്യും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ 2025 ദൈവസഭയിലൂടെ നമുക്ക് തന്ന സകല വാഗ്ദത്തങ്ങളും, നമ്മൾ സകല സൺഡേയും ആരാധനകളും നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഈ 2025 ഞാനും നിങ്ങളും പ്രാപിക്കേണ്ട, അല്ലെങ്കിൽ ഈ 2025 11-ാം മാസം ഞാനും നിങ്ങളും പ്രാപിക്കേണ്ട ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. അത് നമ്മൾ നിശ്ചയമായിട്ട് നമ്മൾ പ്രാപിച്ചേ പറ്റും. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ നമ്മുടെ ഈ വാഗ്ദത്തങ്ങൾ നമ്മളോട് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചു ഞാൻ വാഗ്ദത്തങ്ങൾ എനിക്ക് 95% എനിക്ക് പെൻഡിങ് ആണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തോട് ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ വാഗ്ദത്തങ്ങൾ എനിക്ക് പ്രാപിച്ചെടുക്കണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. നമ്മുടെ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയാത്തതിന് 5 കാരണങ്ങൾ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് ദൈവം തന്ന 5 ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ വേഗത്തിൽ ഒറ്റ സെന്റൻസിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം എനിക്കറിയാം ഇതിനകത്ത് പലരും ജോലി കഴിഞ്ഞിട്ട് വന്നവരാണ്, നാളെ ജോലിക്ക് കയറേണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. ഒരു ചെറിയൊരു സീഡ് നിങ്ങളുടെ മുമ്പിൽ ഇടുന്നു, നിങ്ങൾക്ക് ആ സീഡിനെ എടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന 1-ാമത്തെ കാരണം, സ്തോത്രം, 2 കൊരിന്ത്യർ 7:1. സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ സ്തോത്രം. മറ്റൊരു ബൈബിളിലെ റെഫറൻസിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സകല കൺമഷം എന്നുള്ള വാക്കിന് സകല അശുദ്ധിയിൽ നിന്ന്, ഹല്ലേലൂയ, എന്ന് പറഞ്ഞ പാപം. സ്തോത്രം. നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് നമുക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന പാപങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് സ്വാഭാവികമായിട്ടുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാം. മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നമ്മൾ കടന്നു വരാം. നമ്മളെ മുറുകെ പറ്റുന്ന ചില പാപങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇതെല്ലാം ഹല്ലേലൂയ നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീക ജീവിതത്തിനും ഭൗതിക ജീവിതത്തിലും ഹല്ലേലൂയ ഹല്ലേലൂയ ഉയർച്ചകൾക്ക്, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാപങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദിനവും ദൈവസ്ഥാനത്തിൽ നമ്മളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിച്ച് ഹല്ലേലൂയ പാപത്തിൽ നിന്ന് വിജയിച്ച് ഹല്ലേലൂയ നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് നമുക്ക് കയറാൻ നമ്മൾ ശ്രമിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ പെട്ടെന്ന് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. വാഗ്ദത്തത്തിന് തടസ്സമായി നിൽക്കുന്ന 2-ാമത്തെ വിഷയം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു വിഷയം എബ്രായർക്ക് എഴുതിയ ലേഖനം 6:12 സ്തോത്രം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് തടസ്സമായി നിൽക്കുന്ന 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് മന്ദത, അലസതയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ ഹല്ലേലൂയ അലസതയുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ,
ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയും, പലപ്പോഴും അലസതയാ നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ ദൈവസന്നിധിയിൽ ആരാധനയിൽ ഭയങ്കര അലസതയായിരിക്കും. കാരണം ഞാനായിരിക്കുന്ന ദൈവസഭയില്, ഷാർജ സഭയില് മിക്കവാറും ഞാൻ ചർച്ചിൽ പോകുന്ന സമയത്തൊക്കെ ഓപ്പണിംഗ് പറയാറ് ഞാനാ ചെയ്യുന്നത്. സ്തോത്രം. ഈ സമയത്ത് ഞാൻ ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഞാൻ അവിടെ പറയാറുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, സഭ ആരാധനയ്ക്ക് എല്ലാവരും കടന്നു വരണം, നേരത്തെ വരണം എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് അവിടെ 4 മണിക്കാ ചർച്ച് മീറ്റിംഗ് തുടങ്ങുന്നത്. പക്ഷെ ചില ആൾക്കാർ വർഷിപ്പ് തീർന്ന 4:45 അപ്പോഴൊരു 4:50 ആകുമ്പോൾ വരും. ഇപ്പം ആ സമയം ഞങ്ങളൊന്ന് മാറ്റി സൺഡേ സ്കൂളും കൂടെ കൊടുത്തിട്ട് 5 മണിക്ക് ചർച്ച് മീറ്റിംഗ് തുടങ്ങി. പക്ഷെ ഈ ആൾക്കാരെല്ലാം വരുന്നത് 5:45, 5:40 ആകുമ്പോൾ വരും. പക്ഷെ അത് കഴിയുമ്പോഴേക്കും ആൾക്കാരെല്ലാം പോയി പാസ്റ്റിനടുത്ത് ഇടിയ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര ഇടിയ. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഇവര് ദൈവസന്നിധിയിൽ എന്തുമാത്രം അലസതയാണ് കാണിക്കുന്നത്. പലയിടത്തും നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും ചില വ്യക്തികളുടെ അടുത്തൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് സൂചിപ്പിക്കും, ബ്രദറെ സമയമൊക്കെ അല്പം മാറ്റി, എന്നാലും ഒന്ന് ഇച്ചിരി കൂടെയൊക്കെ നേരത്തെ വരാം എന്നിങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അത് ആ ഒരു ആരാധനയിൽ മാത്രമാണ്. സ്തോത്രം, ഹല്ലേലൂയ. മറ്റു പല മേഖലകളിലും അങ്ങനെ ഇല്ല. സ്തോത്രം. ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനകത്ത് 5 മണിക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം. സ്തോത്രം. 5:05 എന്നുള്ള സമയത്തിന് ഞാൻ പഞ്ചടിച്ചു കഴിഞ്ഞാൽ എന്റെ അരമണിക്കൂർ സാലറി കട്ടാം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിശ്ചയമായിട്ടും 5 മണിക്ക് മുമ്പ് ഞാൻ കയറും. സ്തോത്രം. നമ്മുടെ ആരാധനയിൽ അങ്ങനെയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇന്ന് എയർപോർട്ടിൽ പോയാ, സ്തോത്രം, എന്റെ ഫ്ലൈറ്റ് 4:45 സ്തോത്രം. എനിക്കറിയാം 3 മണിക്കൂറിന് മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്യണം. സ്തോത്രം. 4 മണിക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ, 4:45 ഫ്ലൈറ്റ് ആണ്, 4 മണിക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ, സ്തോത്രം, എനിക്ക് എന്തായിരുന്നാലും എനിക്ക് ബോർഡിംഗ് പാസോ എനിക്ക് ഒന്നും കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ ദൈവസന്നിധിയിൽ പലപ്പോഴും വരുന്നത്, ഹല്ലേലൂയ, ഒരു അലസതയുടെ മനോഭാവത്തോടെ അല്ലേ. സ്തോത്രം. നമ്മളൊന്ന് ചിന്തിക്കുക. സ്തോത്രം. എന്നിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ഉയർത്തണമേ, എന്റെ വാഗ്ദത്തങ്ങൾ എന്റെ കരങ്ങളിൽ തരണമേ എന്ന് പറഞ്ഞ ശരിയായ കാര്യമാണ് പ്രിയ സഹോദരനെ. ചിന്തിക്കുക നമ്മൾ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും ട്രിവാൻഡ്രം ചർച്ചിലെ കഴിഞ്ഞ ദിവസം വരുന്നപ്പോഴും പാസ്റ്റർ മെസ്സേജിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോകുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. ഞാനും ചിന്തിച്ചു. കാരണം നമ്മുടെ എല്ലാ സഭകളിലും, ഷാർജ സഭയിലായിരുന്നാലും ട്രിവാൻഡ്രം ചർച്ചിലായിരുന്നു ഒക്കെ പലരും, സ്തോത്രം, 10 മണി, നമുക്കൊരു 10 മണിക്ക് ആരാധന തന്നിരുന്നത് നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് എത്തുക. ദൈവസന്നിധി നമ്മൾ പലപ്പോഴും അലസത ആവരുത്. സ്തോത്രം. നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് അലസത തടസ്സമാവുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം നമ്മളെ അലസരാക്കാനല്ല. സ്തോത്രം. നമ്മളെ ജാഗ്രതയുള്ളവരാക്കാനാണ് ദൈവം നമുക്ക് വാഗ്ദത്തങ്ങളെ തന്നിരിക്കുന്നത്. മൂന്നാമത്തെ വിഷയം, ഹല്ലേലൂയ, നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മളിൽ വെളിപ്പെടുന്ന അവിശ്വാസമാണ്. ഹല്ലേലൂയ സ്തോത്രം. എബ്രായർ 3:19. സ്തോത്രം. അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഹല്ലേലൂയ. വാഗ്ദത്ത ദേശത്തിലേക്ക്, ഹല്ലേലൂയ സ്തോത്രം, ഇസ്രായേൽ മക്കൾക്ക് പ്രവേശിക്കാൻ കഴിയാത്തതിന്റെ കാരണമാണ്, ഹല്ലേലൂയ, അവിശ്വാസം. സ്തോത്രം, ഹല്ലേലൂയ. ആ ആശയമെല്ലാം നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വാഗ്ദത്ത ദേശം ഒറ്റുനോക്കാൻ പോയ 12 പേരെ അയച്ചു. സ്തോത്രം. മടങ്ങി വന്ന 10 പേരും അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. സ്തോത്രം. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞവർക്ക്, സ്തോത്രം, ഹല്ലേലൂയ, അവർക്ക് ആ ലക്ഷ്യസ്ഥാനത്തിലെത്തി. അവിശ്വാസത്തിന്റെ വാക്കുകളും അവിശ്വാസത്തിന്റെ പ്രവൃത്തികളുമായിരുന്നവർക്ക് ആ ദേശത്തിലേക്ക് എത്തുവാൻ സാധിച്ചില്ല. സ്തോത്രം. നമ്മൾ കേട്ട വചനത്തിനും നമ്മൾ കേട്ട വാഗ്ദത്തത്തിനും എതിരായിട്ടായിരിക്കാം നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങൾക്കും നമ്മൾ കേട്ട ദൈവ ശബ്ദത്തിന് എതിരായിട്ടായിരിക്കാം ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. എങ്കിലും ദൈവമാണ് നമ്മോട് വാഗ്ദത്തം ചെയ്തതെങ്കിൽ, ഹല്ലേലൂയ, തീർച്ചയായും ആ വാഗ്ദത്തം ദൈവം നമ്മുടെ മേൽ വെക്കുക തന്നെ ചെയ്യും. നമ്മൾ അതിൽ വിശ്വാസത്തിൽ ഉറക്കുക. സ്തോത്രം. എനിക്കത് ഉറപ്പാണ്. സ്തോത്രം. ഇന്ന് ഈ വാഗ്ദത്തത്തിന്റെ വചനം എടുത്തു വെക്കുമ്പോഴും, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ ദൈവം അത് ചെയ്തു എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്, ഹല്ലേലൂയ, ഈ വചനത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നാലാമത്, ഹല്ലേലൂയ, വാഗ്ദത്തത്തിന് തടസ്സമായി നിൽക്കുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞു, പാപം നമ്മുടെ ജീവിതത്തിനകത്ത് വാഗ്ദത്തത്തിന്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് തടസ്സം. 2, നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന അലസതകൾ വാഗ്ദത്തത്തിന് തടസ്സം. 3, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന, ഹല്ലേലൂയ സ്തോത്രം, അവിശ്വാസം വാഗ്ദത്തത്തിന് തടസ്സം. 4-മത്തത്, ഹല്ലേലൂയ സ്തോത്രം, അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 61-ാമത്തെ വാക്യം. അതൊരു 3 വാക്യം വായിക്കേണ്ടതാണ്. എന്നാൽ ഞാൻ ഒറ്റ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 9:61. അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അത് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ്. സ്തോത്രം. ചില ബന്ധങ്ങൾ നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കും. ഹല്ലേലൂയ സ്തോത്രം. ഏശാവിനെ പേടിച്ചിട്ട് യാക്കോബ്, ഹല്ലേലൂയ, ലാബാന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. സ്തോത്രം. അന്ന് രാത്രി, സ്തോത്രം, സർവശക്തനായ ദൈവം ഇറങ്ങി നിന്ന്, ബെഥേൽ ഇറങ്ങി നിന്ന് ദൈവം ദൂതുകളെ, വാഗ്ദത്തങ്ങളെ യാക്കോബിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സ്തോത്രം. പക്ഷെ യാക്കോബ് ആ വാഗ്ദത്തം പ്രാപിക്കാൻ
20 വർഷം കഴിഞ്ഞിട്ടതിന് ശേഷമാണ് യാക്കോബ് ആ പ്ലേസിൽ വരുന്നത്. കാരണം അവൻ ലാബാന്റെ ഭവനത്തിനകത്ത് പോയപ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് ചില ബന്ധങ്ങൾ ഹാലില റിബേക്ക എന്നൊരു വ്യക്തിയിലോട്ട് അവന്റെ ബന്ധം കടന്നുപോയി. ആദ്യം അവൻ ലേയ്ക്ക് വേണ്ടിയിട്ട് 7 വർഷം, വീണ്ടും റിബേക്കയ്ക്ക് വേണ്ടിയിട്ട് സ്തോത്രം. അങ്ങനെ അവന്റെ ജീവിതം ഹാലില സ്തോത്രം മൊത്തം 20 വർഷം അവൻ നഷ്ടപ്പെടുത്തി സ്തോത്രം. അവൻ തിരികെ കടന്നു വന്നപ്പോഴേക്കാണ് വീണ്ടും ദൈവത്തിന്റെ വാഗ്ദത്തം റിലീസ് ആവുന്നത്. ഹാലില ചില ബന്ധങ്ങൾ സ്തോത്രം ഹാലില നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായിരിക്കും. ഹാലില നമ്മളതിന് തിരിച്ചറിയുക സ്തോത്രം. ചില മേഖലകളിൽ ഹാലില നമുക്ക് ഉയരുവാൻ ഹാലില കഴിയാത്ത ചില സാഹചര്യങ്ങൾ, ചിലപ്പോൾ അതൊരു ബന്ധങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ, ജോലി ആയിരിക്കാം, മറ്റുള്ള സാഹചര്യങ്ങളായിരിക്കാം. അത് നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് ഹാലില നമ്മൾ അതിനെ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി നിൽക്കാൻ സാഹചര്യമുണ്ട്. ഞാൻ ആ വായിച്ച ഭാഗം പോലെ തന്നെ ലൂക്കോസിന്റെ 9-ാം അധ്യായം അതിന്റെ 57, 62 2 വ്യക്തികളെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്. ഹാലില യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്ന 2 വ്യക്തികൾ, അവർക്കും കൂടുതൽ അവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഹാലില ഒരാള് തന്റെ അപ്പനെ അടക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തി മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നു. അതെല്ലാം കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, ബന്ധങ്ങളിലേക്ക് കടന്നു പോകുന്നത് കൂടുതൽ കൊടുക്കുന്നത് കാരണം അവർക്ക് ആ വാഗ്ദത്തത്തിൽ ആ ലക്ഷ്യത്തിൽ അവർക്ക് എത്തുവാൻ സാധിച്ചില്ല. ചില ബന്ധങ്ങൾ ഹാലില നമ്മളെ നമ്മുടെ വാഗ്ദത്തത്തിൽ എത്തിക്കുന്നതിന് നമ്മളെ തടസ്സമായി നിൽക്കും. സ്തോത്രം. 5-ാമത് ഹാലില നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് സ്തോത്രം ഹാലില ചില സുഖ സൗകര്യങ്ങൾ നമുക്ക് വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കും. ഹാലില ചില കംഫർട്ട് സോണുകൾ ഹാലില നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സം നിൽക്കും. അതിനെ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം 32-ാമത്തെ അധ്യായമാണ് സ്തോത്രം. അതിനകത്തൊരു ഭാഗമുണ്ട് സ്തോത്രം. വാഗ്ദത്ത ദേശത്തിന്റെ അതിരിൽ നിൽക്കുമ്പോൾ ഹാലേലൂയ സ്തോത്രം, അതായത് ജോർദാന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ചില കുറച്ച് ദൂരങ്ങളെ കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് 12 ഗോത്രങ്ങൾക്കും വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പക്ഷെ അവിടെ വെച്ച് 2.5 ഗോത്രം ഹാലേലൂയ, അതായത് രൂബേൻ, ഗാദ്യർ, മനേശയുടെ പകുതി ഗോത്രം ആ ഭാഗത്ത്, ആ ജോർദാന്റെ ഭാഗത്ത് കാണുന്ന പച്ചപ്പ് സ്തോത്രം ഹാലേലൂയ, അതിൽ തൃപ്തിയായി അവിടെ അവർ സ്ട്രക്ക് ആവും സ്തോത്രം. അവർക്ക് ആ വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തുവാൻ സാധിച്ചില്ല. ദൈവം ആഗ്രഹിച്ചത് വാഗ്ദത്ത ദേശത്തിന് പോകണമെന്നാണ്. പക്ഷെ അവിടെ ലഭിച്ച ചില സുഖ സൗകര്യങ്ങൾ അവർക്ക് ആ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. വാഗ്ദത്തത്തിന്റെ ബോർഡറിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ചില നന്മകളും അനുഗ്രഹങ്ങളും നമ്മൾ മതിമറന്ന് നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന സമ്പത്തായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന പദവികളായിരിക്കാം. അത് ദൈവമക്കൾ ഇന്ന് തിരിച്ചറിയുക. നമ്മുടെ വാഗ്ദത്തത്തിന് തടസ്സമായി കടന്നു വരുന്ന സകലതിനെയും നിങ്ങൾ തിരിച്ചറിഞ്ഞ് ജയിക്കുവാൻ ശ്രമിക്കുക. ഹാലേലൂയ സ്തോത്രം. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറുകയില്ല. സ്തോത്രം. നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായിട്ട് നാം എടുക്കുന്ന ചില ഡിസിഷൻസുകളാണ് ദൈവത്തിന് നമ്മുടെ വാഗ്ദത്തങ്ങളെ നമ്മുടെ മേൽ റിലീസ് ചെയ്യാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഹാലില ദൈവത്തിന്റെ സ്വപ്നമാണ് നമ്മുടെ മേൽ ദൈവം പകർന്ന വാഗ്ദത്തങ്ങൾ. ഹാലില നമ്മൾ കടന്നു വരുന്ന പാപങ്ങൾ സ്തോത്രം, നമ്മൾ കടന്നു വരുന്ന അലസതകൾ, നമ്മൾ കടന്നു വരുന്ന ഹാലേലുയ അവിശ്വാസങ്ങൾ, ഹാലേലുയ നമ്മൾ കടന്നു വരുന്ന ബന്ധങ്ങളോടുള്ള കൂടുതലുള്ള ഒരു റിലേഷൻ, ഹാലേലുയ സ്തോത്രം, ചില കംഫർട്ട് സോണുകൾ, ഹാലെ നമ്മൾ ആയിരിക്കുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള സോണുകൾ, ഹാലെ നമുക്ക് ദൈവികമായ വാഗ്ദത്തത്തിലേക്ക് എത്തുവാൻ സാധിക്കത്തില്ല. സ്തോത്രം. ഹാലേലൂയ. ഇന്ന് നമ്മൾ തിരിച്ചറിയാം, നമ്മളൊന്ന് ചിന്തിക്കുക. ഇന്ന് രാത്രികാലം സ്തോത്രം, നിങ്ങൾക്കൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ സ്തോത്രം, നിങ്ങൾ അതിനെ നിങ്ങളുടെ ബുദ്ധിയിൽ സൂക്ഷിക്കരുത്. ഹാലേലൂയ സ്തോത്രം. നിങ്ങൾക്കൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കരുത്. നിങ്ങൾക്കൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് അത് പങ്കുവെക്കരുത്. എന്താ പറഞ്ഞത് എങ്ങനെ ചോദിക്കരുത് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ചില നാൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ചിന്തയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. നിന്റെ ബുദ്ധി പറയും നിന്റെ വാഗ്ദത്തത്തിൽ നിന്നെ എത്തിക്കത്തില്ല. കാരണം നിനക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല, നിനക്കതിനുള്ള ജ്ഞാനമില്ല, നിനക്ക് അവിടെ നിൽക്കുവാനുള്ള ധൈര്യമില്ല. നിന്റെ ബുദ്ധി നിന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കും. നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ വാഗ്ദത്തത്തെ ഇട്ട് കഴിഞ്ഞാൽ നിന്റെ ഹൃദയം നിന്റെ അടുത്ത് പറയും. നിന്റെ ഹൃദയത്തിനകത്ത് വരുന്ന നിരാശ, ചിലപ്പം ചില ചെറിയ തെറ്റുകളായിരിക്കാം. ആ ഹൃദയം നിന്നെ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഹാലേലൂയ. നിനക്ക് എത്താൻ പറ്റത്തില്ല. സ്തോത്രം. ഹാലേലൂയ. ഹാലേലൂയ. നീ മറ്റൊരു വ്യക്തിയോട് നിന്റെ വാഗ്ദത്തത്തെ പങ്കുവെച്ചാൽ ആ വ്യക്തി നിന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സ്തോത്രം. ആ വ്യക്തി നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് നിന്നെ നിരുത്സാഹപ്പെടുത്തും. നിനക്ക് അവിടെ എത്താൻ പറ്റത്തില്ല. പക്ഷെ എങ്കിൽ നിന്റെ വാഗ്ദത്തത്തെ എന്ത് ചെയ്യണം? ഹാലേലൂയ. നിന്റെ വാഗ്ദത്തത്തെ നീ ഗർഭം ധരിക്കണം. ഹാലേലൂയ സ്തോത്രം.
ഹാലലുയ. എന്താ ബ്രദറെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. സ്തോത്രം. ഹാലലുയ. നിന്നോടുള്ള നിന്റെ ദൈവ ശബ്ദത്തെ നീ ആത്മാവിൽ ഗർഭം ധരിക്കണം, പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിക്കണം. ഹാലലുയ. സ്തോത്രം. ഹാലലുയ. സ്തോത്രം. ഒരു സ്ത്രീ, ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ അവളുടെ ജീവിതം മാറുകയാണ്. സ്തോത്രം. അവൾ ഇനി ജീവിക്കുന്നത്, സ്തോത്രം, അവൾക്ക് വേണ്ടിയല്ല. സ്തോത്രം. ഹാലലുയ. കുഞ്ഞിന് വേണ്ടിയാ. രണ്ട് ജീവനാ. നീ നിന്റെ വാഗ്ദത്തത്തെ ഗർഭം ധരിച്ചാൽ, പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചാൽ ജീവിക്കുന്ന നീ ഒറ്റയ്ക്കല്ല, നിന്റെ വാഗ്ദത്വം കൂടെ അതിന്റെ കൂടെ ജീവിക്കുകയാണ്. സ്തോത്രം. ഹാലലുയ. ഹാലലുയ. സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനകത്തിരിക്കുന്ന അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം. ഹാലലുയ. ഒരു അമ്മ ഗർഭം ധരിച്ചാൽ, സ്തോത്രം, എല്ലാവരും കഴിക്കുന്നത് കഴിക്കാൻ പറ്റത്തില്ല, എല്ലാവരും നടക്കുന്നത് പോലെ നടക്കാൻ പറ്റത്തില്ല, എല്ലാവരും ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യാൻ പറ്റത്തില്ല. ഹാലലുയ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നീ പരിശുദ്ധാത്മാവിൽ നിന്റെ വാഗ്ദത്തത്തെ നീ ഗർഭം ധരിച്ചാൽ നിനക്കും അത് ബാധകമാണ്. എല്ലാവരും സംസാരിക്കുന്നത് നിനക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എല്ലാവരും പ്രവർത്തിക്കുന്ന പോലെ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഹാലലുയ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹാലലുയ. വാഗ്ദത്തം ചിലപ്പോൾ നിന്റെ കണ്ണിന് കാണാൻ പറ്റത്തില്ല. സ്തോത്രം. കുറച്ച് സമയം കഴിയുമ്പോൾ അത് ചെറുതായിട്ട് വളരും. ഒരു ഗർഭിണിയായ മാതാവ്, സ്തോത്രം, ആദ്യം അറിയത്തില്ല, തന്റെ ഉദരത്തിൽ കുഞ്ഞു വളർന്നത് അറിയത്തില്ല. ചില നാളുകൾ കഴിയുമ്പോൾ ചെറുതായിട്ട് വളരും. സ്തോത്രം. ചിലതായിട്ട് തിരിച്ചറിയാൻ കഴിയും. ഹാലലുയ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്റെ വാഗ്ദത്തം നീ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ച് ഞാൻ അത് ചെറുതായിട്ട് വളർന്നു തുടങ്ങും. സ്തോത്രം. ഹാലലുയ. ചില നാളുകൾ കഴിയുമ്പോൾ നിന്റെ കണ്ണിൽ നിനക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. കുറച്ചുകൂടെ നാൾ കഴിക്കുമ്പോൾ അതിന് ചില ചലനങ്ങൾ ഉണ്ടാവും. സ്തോത്രം. അമ്മമാർക്കറിയാം, തന്റെ ഉദരത്തിനകത്ത് കുഞ്ഞ് ചിലത് ചലിക്കുന്നത് പോലെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ആ കുഞ്ഞ് ചലിക്കാൻ തുടങ്ങും. കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ആ കുഞ്ഞ് പുറത്തു വരും. സ്തോത്രം. ഹാലലുയ. അങ്ങനെയാണെങ്കിൽ നിന്റെ വാഗ്ദത്വവും കൃത്യസമയത്ത് പുറത്തു വരും. ലോകത്ത് ഒരു അമ്മയും 11ാം മാസമോ 12ാം മാസമോ പ്രസവിച്ചായിട്ട് കേട്ടിട്ടില്ല. ഹാലലുയ. അങ്ങനെയാണെങ്കിൽ കൃത്യസമയത്ത് നീ പരിശുദ്ധാത്മാവിൽ നിന്റെ വാഗ്ദത്തത്തെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ആ വാഗ്ദത്തം പുറത്തു വരിക തന്നെ ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിങ്ങൾ ആമേൻ പറഞ്ഞ് ദൈവസ്ഥരെ നിങ്ങൾ റിസീവ് ചെയ്ത ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിക്കുക, പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ കൊടുത്ത് നിങ്ങൾ ജീവിക്കുക. ജീവിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ സ്വപ്നമായ ദൈവത്തിന്റെ വാഗ്ദത്വം കൂടെ അതിന്റെ കൂടെ ജീവിക്കുകയാണ്. സ്തോത്രം. ഹാലലുയ. ആ തിരിച്ചറിവോടെ ഈ ഭൂമിയിൽ ജീവിക്കുക. കൃത്യസമയത്ത് നിങ്ങളുടെ വാഗ്ദത്തം പുറത്തു വരിക തന്നെ ചെയ്യും. സ്തോത്രം. ഹാലലുയ. ഹാലലുയ. ദൈവം ഏവരെയും സമർത്ഥയെ അനുഗ്രഹിക്കട്ടെ. ഹാലലുയ. കേട്ട എല്ലാ വാഗ്ദത്തങ്ങളും ഞാനും നിങ്ങളും ആമേൻ പറഞ്ഞ് സ്വീകരിച്ചിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും നമ്മുടെ മേൽ സർവശക്തനായ ദൈവം റിലീസ് ചെയ്യട്ടെ എന്ന് ഹാലലുയ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഈ സമയം എനിക്ക് അനുവദിച്ചതിനെ ഓർത്ത് സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. തിരുവനന്തപുരം സഭയോടൊപ്പം അതുപോലെ പാസ്റ്ററിനോടൊപ്പം അതുപോലെ കോശിയങ്ങളോടൊപ്പം ഒക്കെ നന്ദി അർപ്പിക്കുന്നു. ദൈവം ഏവരെയും സമർത്ഥി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് നേരിട്ട് കാണാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും സന്ദേശവും അല്ലെങ്കിൽ സാക്ഷ്യവും വചനവും ഇന്ന് രാത്രികാലം നമ്മുടെ ഈ ഫാമിലി ടൈമിൽ കേൾപ്പാൻ കർത്താവ് സഹായിച്ചു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഷിജുവേറെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം എത്ര ശക്തമാണ്. കാരണം കുടുംബമായി കർത്താവിന്റെ വേലയിൽ നിങ്ങളെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആമേൻ, ഇന്ന് കുടുംബമായി, ഓക്കെ, സൂമിലൂടെ ആണെങ്കിലും നമ്മൾ സാധാരണ ഒരു പ്രയർ മീറ്റിംഗ് വെച്ചാൽ ഒരിക്കലും 120 ആൾക്കാരൊന്നും ഒരുമിച്ച് വരത്തില്ല. ഇത് 120 വീടുകളിൽ ഇരുന്നു കൊണ്ട്, ഓരോ വീട്ടിലും എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ. പക്ഷേ 100 പേര് കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 200 പേരെങ്കിലും ഈ മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന എൻ്റെ ഒരു ശരാശരി കണക്ക്. അപ്പോൾ ഒരു ചെറിയ മീറ്റിംഗ് അല്ല, ഒരു വലിയ സഭായോഗത്തിന് തുല്യമായൊരു മീറ്റിംഗ് തന്നെയാണ് നടന്നത്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഷിജുവേറിന്റെ കുടുംബത്തിന്റെ സാക്ഷ്യം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. അതുപോലെ ഷിജുവേർ പറഞ്ഞ വാഗ്ദത്വത്തിന് തടസ്സമുള്ള 5 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. വാഗ്ദത്വത്തിന് തടസ്സം, പാപം നമ്മുടെ തടസ്സമാണ്. മന്ദത, അലസത. നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാം, തക്ക സമയത്ത് വഴി തുറക്കണേ കർത്താവേ. നമ്മൾ ആ കൃത്യസമയത്ത് ദൈവസന്നിധിയിൽ ഉണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഷിജുവേർ പറഞ്ഞ പോലെ 10 മണിക്കത്തെ മീറ്റിങ്ങിന് 11:45 വന്നിട്ട് കർത്താവേ തക്ക സമയത്ത് വഴി തുറക്കണേ എന്ന് പറയുമ്പോൾ തക്ക സമയത്ത് നമ്മൾ ചർച്ചിലില്ല. ആമേൻ. അത് കഴിഞ്ഞ് നമ്മൾ ലേറ്റായി വന്നിട്ട് കർത്താവിനോട് പറയും തക്ക സമയത്ത് വഴി തുറക്കണേ.
ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവിശ്വാസം നമ്മുടെ വാഗ്ദത്തത്തെ തടയുന്നു. റോങ് കണക്ഷൻസ് നമ്മുടെ വാഗ്ദത്തത്തെ തടയുന്നു. അതുപോലെ നമ്മുടെ കംഫർട്ട് സോണുകൾ നമ്മുടെ വാഗ്ദത്തത്തെ തടയുന്നു. ആമേൻ. എത്ര ബ്ലെസ്ഡ് ആയിട്ടുള്ള മെസ്സേജാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ മെസ്സേജ് കോപ്പി അടിക്കും കേട്ടോ. ഞാൻ വേറെ എവിടെയെങ്കിലും ഇത് കുറച്ചുകൂടെ പൊടിപ്പും തൊങ്ങലും ഒക്കെ ചിലപ്പം വെച്ച് പ്രസംഗിച്ചെന്നിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ വേറെ പറഞ്ഞപ്പോ പറഞ്ഞു ഷാർജ ചർച്ചിലുള്ള ഞാൻ ട്രിവാൻഡ്രം ചർച്ചിലുള്ള ഇത് ഷാർജ ചർച്ചിൽ ട്രിവാൻഡ്രം ചർച്ച് നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങനത്തെ മതിലുകളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അത്ര ഇടുങ്ങിയ ചിന്താഗതിയിൽ നമ്മൾ ജീവിക്കണ്ട. എല്ലാ സഭകളും ഷാർജ ആണെങ്കിലും ട്രിവാൻഡ്രം ആണെങ്കിലും കോട്ടയം ആണെങ്കിലും തൃശ്ശൂർ ആണെങ്കിലും ഇനി പുതിയ തുടങ്ങാൻ പോകുന്ന ചർച്ച ആണെങ്കിലും എല്ലാം കർത്താവിന്റെ അഭിഷിക്തൻ അപ്പോസ്തലൻ ടിനു ജോർജിന്റെ ദർശനത്തിൽ ആരംഭിച്ച സഭകളാണ്. നമ്മള് ആമേൻ ആ സഭയുടെ വിവിധ അവയവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മറ്റു സഭയിലുള്ള പലരും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് ഇവിടെ എന്താ പറയണ്ടേ, അങ്ങനെ വിഭാഗീയതകളൊന്നുമില്ല. നമ്മളെല്ലാരും ഒന്ന് തന്നെ. അപ്പൊ അതുകൊണ്ട് ബ്രദർ ഷാർജയിലാണെങ്കിലും ജോയിൻ ചെയ്യുന്നതിനൊന്നും തടസ്സമൊന്നുമില്ല കേട്ടോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിന്റെ ഈ ടെസ്റ്റ് മണി നമുക്ക് എല്ലാവർക്കും വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ട്രിവാൻഡ്രം ചർച്ചിലെ ഓരോ കുടുംബങ്ങളുടെയും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, ആമേൻ, ഞെട്ടിക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ ഒത്തിരി കേൾക്കാനുണ്ട്. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യത്തോടെ നമുക്ക് ആരംഭിപ്പാൻ കർത്താവ് സഹായിച്ചു. നമുക്ക് ഒരുമിച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായിട്ട് അറിയിക്കണം. അത് ഈ മീറ്റിങ്ങിനെ കൂടുതൽ മേന്മയുള്ളതാക്കുവാൻ സഹായിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അതിനകത്ത് ട്രിവാൻഡ്രം ചർച്ചിലുള്ള ഒരു അഭിപ്രായം പറയൂ, അങ്ങനെയൊന്നുമില്ല. ജോയിൻ ചെയ്ത എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് ഈ മീറ്റിങ്ങിന് ആശീർവാദം പറയാം. അപ്പോൾ തന്നെ നമുക്ക് രാവിലെ 5 മണി പോലെ മോർണിംഗ് പ്രെയർ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആ ഷോക്ക് മാറിയിട്ടില്ല. മോർണിംഗ് പ്രെയറിലെ സാക്ഷ്യം ഉള്ളവരെല്ലാം വാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചർച്ചയിൽ നിന്ന് ഒരു 100-150 പേര് എഴുന്നേച്ച ഒറ്റ വരവ്. ഞാൻ ആകപ്പാടെ പെട്ടുപോയി. ഞാൻ അവസാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സാക്ഷ്യം പറയാനുള്ള സമയം ഉണ്ടാകും കേട്ടോ. വരുന്ന ആഴ്ചകളിൽ നിങ്ങൾക്ക് പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങൾ അനേകം സാക്ഷ്യങ്ങൾ കേൾപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. കോശാൻ ഈ സമയത്ത് പ്രാർത്ഥിച്ച് ഈ മീറ്റിങ്ങിന് ആശീർവാദം പറയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവേ സ്തോത്രം. നന്ദി അല്ലാതെ ഒന്നുമില്ലപ്പ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാരംഭ ഹല്ലേലൂയ കർത്താവേ ഈ സെക്ഷൻ തന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നില കർത്താവേ ദൈവത്തിന്റെ ഒരു വാക്തത്വം ഒരു കുടുംബത്തിന്റെ മേൽ നിവർത്തിക്കത്തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തിന്റെ കരം ഇതിന്മേൽ പ്രവർത്തിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ചയേൽപ്പിക്കുന്നു. കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇത് കേട്ടിരുന്നവരുടെ ജീവിതങ്ങളിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരം അതിന്മേൽ അത്ഭുതത്തെ ചെയ്യണം. ഇത്രത്തോളം സഹായിച്ച കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഈ സൂം മീറ്റിംഗിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ കവറിങ്ങിന്റെ ഉള്ളിൽ സകല കുടുംബങ്ങളെയും കയറ്റി നിർത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തുടർന്നുള്ള ഓരോ ആഴ്ചകളിലും ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കുടുംബങ്ങളുടെ ഹല്ലേലൂയ ഏറ്റവും ശ്രേഷ്ഠമായ ഹല്ലേലൂയ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ, ഹല്ലേലൂയ അവൻ കൂടി കർത്താവെ ഹല്ലേലൂയ സംസാരിക്കുന്ന വചനങ്ങളെ കേൾക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. ഹല്ലേലൂയ. സകല മഹത്വവും യേശുക്രിസ്തുവിന്റെ നാമത്തിന് പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശീർവാദ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും യേശുക്രിസ്തുവിന്റെ രക്തത്താലും കർത്താവിന്റെ മേഘ പ്രത്യക്ഷതയുടെ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ചെയ്യുന്ന കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കർത്താവേ വേഗം വരണമേ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിലെ സാക്ഷ്യത്തെ കർത്താവ് കൊടുത്തു. നല്ല ഒരു വാക്തത്വത്തിന്റെ ഒരു പൂർത്തീകരണം ഒരു ജീവിതത്തില് ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് തുടങ്ങുക. ഇവിടെ തുടങ്ങിയെന്ന് എല്ലായിടത്തും പറയാനായിട്ട് ഇങ്ങനായിരുന്നു ഞങ്ങളുടെ ശുശ്രൂഷ. കുടുംബമായിട്ട് ഒരുമിച്ച് തുടങ്ങിയെന്ന് ആർക്കും ഇല്ലാത്ത ഒരു സാക്ഷ്യം കർത്താവ് നിങ്ങൾക്ക് തന്നതിനെ ഓർത്ത് സ്തോത്രം. അതും പോകാനുള്ള സമയത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ്. കർത്താവിന്റെ ടൈമിംഗ് എത്ര പെർഫെക്റ്റ് ആയിരുന്നു. ഞാനും ചിന്തിക്കുന്നു. കാരണം ഇങ്ങനെ വരേണ്ട കാര്യമില്ല. ഞാൻ പെട്ടെന്നൊരു ഡിസിഷനാണ് ഞാൻ എടുത്തതും ടിക്കറ്റ് എടുത്തത് നോക്കിയപ്പോൾ ടിക്കറ്റ് റേറ്റ് ഒക്കെ കുറവായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഒരാഴ്ച വീട്ടിൽ വരാം.
ഞാനിപ്പം ചിന്തിക്കുന്നു എന്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ഒരു ദിവസമായിരുന്നു. കാരണം രാവിലെ എനിക്കൊരു മെസ്സേജ്, അന്ന് കോശങ്ങൾ പറഞ്ഞപ്പോഴേ ഞാൻ ആൻസി വിട്ട് ഞാൻ രണ്ട് കോശങ്ങൾ ചോദിച്ചു 2 മെസ്സേജ് എടുക്കണോ എന്ന് അതെന്റെ ജീവിതത്തിൽ. അതുപോലെ ഇന്ന് രാത്രിയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കുടുംബമായിട്ട് ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരവും തന്നു. പോകുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് അതിനോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു അബണ്ടന്റ്ലി. കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വാഗ്ദത്തങ്ങളെ ദൈവം വരും ദിവസങ്ങളിൽ നിവർത്തിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ വരും ദിവസങ്ങൾ നമ്മൾ ഓരോ ആഴ്ച ഓരോ കുടുംബത്തിന്റെയും സാക്ഷ്യം നമ്മൾ കേൾക്കും. കർത്താവ് അനുഗ്രഹിക്കും. അപ്പൊ കോശ ഒരു തമാശയായിട്ടൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, കോശ എല്ലാരും സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അപ്പം കോശ പറയാണ്, എല്ലാരും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞവർക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി വലിയ സാക്ഷ്യം പിന്നെയും കർത്താവ് കൊടുക്കും. അപ്പൊ അത് വീണ്ടും നമുക്ക് കേൾക്കാവുന്നതാണ്. ആമേൻ. ഞാൻ ആലോചിക്കുമായിരുന്നു, കർത്താവ് ഇത്രയും വെളിപ്പാടുള്ള ആൾക്കാരെ കൂടെ കൂട്ടിച്ചേർത്തതിനായി ദൈവത്തിന് 1000 നന്ദി. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്. അപ്പോ നമുക്ക് വീണ്ടും നാളെ രാവിലെ ഒന്നിച്ച് കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബൈ. മീറ്റിംഗ് ലീവ് ചെയ്യാം. കർത്താവ്